ഇപ്പൊ നിങ്ങൾ രണ്ടുപേരാണെങ്കിലും സയൻസ് ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. പിന്നെ നിങ്ങളും മുന്നേ ഇപ്പൊ സാറും പറഞ്ഞു, സന്തോഷേട്ടൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ദൈവവിശ്വാസം ഉള്ളവരാണെന്ന്. അപ്പോ എനിക്ക് രണ്ടുപേരോടും കൂടെ ചോദിക്കാനുള്ളതാണ്, മതമാണോ ശാസ്ത്രമാണോ ശരി എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങൾ പറയാ? മോറൽ വാല്യൂസ് മതം തന്നെയാണ്. ശാസ്ത്രം വെച്ച് ദൈവത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. പല ആൾക്കാർ ഇപ്പോൾ സയൻസ് വെച്ചാൽ ദൈവത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സയൻസ് ഡീൽ ചെയ്യുന്ന ലോജിക്കൽ എംപിറിക്കൽ ആ കാര്യങ്ങളാണ്. അന്ന് ബിയോണ്ട് മെറ്റാഫിസിക്കൽ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡറിലെ കാര്യങ്ങളാണ് ദൈവം പോലെ കാര്യങ്ങൾ. പക്ഷേ ഇപ്പോഴത്തെ യുക്തിവാദമാണ് നിരീശ്വരവാദമാണ്. അവർ സയൻസ് വെച്ചാണ്, സയൻറ്റിസ്റ്റാണ് സയൻസ് റിലീജിയൻ ഒരു ഡോഗ്മാറ്റിക്കായി മാറുകയാണ്. അങ്ങനെയാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് വളരെ റോങ് ആണ്. സയൻസ് വെച്ച് ഒരിക്കലും ദൈവത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഞാൻ തുടക്കത്തിൽ ഞാൻ ആദ്യകാലങ്ങളിൽ വലിയ ദൈവവിശ്വാസമൊന്നും അല്ലായിരുന്നു. ഞാൻ സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ SFIക്കാരനായിരുന്നു. ഞാൻ പഠിച്ച BEd വർക്കല SN ട്രെയിനിങ് കോളേജിലെ SFI ചെയർമാനായിരുന്നു. ഞാൻ കല്യാണം കഴിക്കാൻ പോയ പെണ്ണിൻ്റെ അടുത്ത് ജാതകം പോലും നോക്കാതെ കല്യാണം കഴിച്ച ആളാണ് ഞാൻ. മനസ്സിലായി? ജാതകം പോലും നോക്കിയില്ല. ഞാൻ അപ്പോൾ ശങ്കര കോളേജിൽ അധ്യാപകനാണ്. ആ കോളേജ് അധ്യാപകനായിട്ടിരുന്ന് ഇത്രയും ഡിഗ്രികൾ വാങ്ങിച്ച് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഇത്തിരി അഹങ്കാരം ഉഞ്ചും അതൊക്കെ ഇങ്ങനെ ജാടയിലൊക്കെ ഇരിക്കണം. കാരണം ഇല്ലായ്മയിൽ നിന്ന് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി വന്നല്ലേ. ആരുടെ മുമ്പ് തല നോക്കണം, ഒന്നും വേണ്ട. ഇത്തിരി ജാടയൊക്കെ കയറി ഇത്തിരി അടിയൊക്കെ ഉണ്ടായിരുന്നു. കമ്പനി കൂട്ടുകെട്ട്, സാറുമാരെ കൂട്ടുകാർ, എല്ലാ ബുദ്ധിമുട്ടും നമ്മൾ അടിച്ച് പൊളിച്ച് സംഭവമൊക്കെ ചെയ്തു. എൻ്റെ MSc പഠിപ്പിച്ച ടീച്ചർ പറഞ്ഞു, ടീച്ചറിൻ്റെ നാത്തൂൻ്റെ മോളാണ് പെൺകുട്ടി, പോയി കാണാൻ പറഞ്ഞു. ഞാൻ കൊല്ലത്ത് പോയി കണ്ടു. നോക്കിയപ്പോൾ 4.5 അടി ഹൈറ്റേ ഉള്ളൂ. ഇങ്ങനെ പോലെ തന്നെ ഇങ്ങനെ 5 അടി വരുമെന്ന് തോന്നുന്നു. 5 അടി. ഇത് 4 ഉള്ളൂ. തങ്ങളുടെ കഴുത്തിൻ്റെ അത്ര വരെ ഉള്ളൂ. അപ്പോൾ 86 കിലോയും. ഞാൻ അപ്പം തന്നെ പോയിച്ചു, നീ ഇപ്പോൾ വരണം അതാ കുറച്ച് കഴിഞ്ഞാൽ വരണമുള്ളതെന്ന് ചോദിച്ചു. അല്ലല്ല, കല്യാണത്തിലൂടെ വരണമെന്ന് ചോദിച്ചു. യാതൊരു നോക്കില്ല, ഒന്നും നോക്കില്ല. എൻ്റെ അമ്മ അതിന് ഇൻട്രസ്റ്റും എടുത്തില്ല. എന്തായാലും കല്യാണം കഴിഞ്ഞ് എനിക്ക് 8ൻ്റെ പണി കിട്ടി തുടങ്ങി. അവിടെ നിന്നാണ് ഞാൻ പഠിച്ചു തുടങ്ങിയത്. കാരണം എനിക്കെന്ന് വെച്ചാൽ അവൾക്ക് ചൊവ്വാദോഷം. ഞാൻ അപ്പോഴാണ് ഇത് പഠിക്കാൻ തുടങ്ങി. ഞാൻ എന്തും പഠിച്ചിട്ടേ പോകത്തുള്ളൂ. ഞാൻ എന്തിനിറങ്ങിയാലും പഠിച്ചിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ നോക്കി എനിക്ക് 2 കുഞ്ഞുങ്ങളായി ആവേണ്ടായിരുന്നു. 2 മരിച്ചു. ദെൻ അടുത്ത ഡെലിവറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഡെലിവറിയിൽ അവൾ മരിച്ചു. ഞാൻ തട്ടിപ്പോവേണ്ടതായിരുന്നു. അങ്ങനെ കംപ്ലീറ്റ് ഞാൻ പഠനം തുടങ്ങി. അവിടെ നിന്ന് ഞാൻ പഠിത്തം തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഭഗവത്ഗീത, ബൈബിള്, ഖുർആൻ, മഹാഭാരതം, രാമായണം, ഭാഗവതം ഇത് എൻ്റെ സയൻസിൽ നിന്നുകൊണ്ട് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒരു കാര്യം എനിക്ക് മനസ്സിലായത്. മര്യാദയ്ക്ക് ഞാൻ സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് വെച്ച് ഈ വേദവും കൂടെ പഠിച്ച് മനസ്സിലാക്കി മുമ്പോട്ട് പോയിരുന്നെങ്കിൽ ഇന്ന് ഡോക്ടർ അജിത് കുമാർ IAS എന്ന് പറഞ്ഞ പോലെ ഡിസ്ട്രിക്ട് കളക്ടറൊക്കെ ആയിട്ട്, ചീഫ് സെക്രട്ടറി ഒക്കെ ആയിട്ടോ, അല്ലെങ്കിൽ എനിക്ക് LLBക്ക് കിട്ടിയതാണ്. എൻ്റെ ജാതകത്തിൽ എഴുതിയിട്ടുണ്ട് ന്യായാധിപനാവെന്ന്. ഞാനിപ്പോൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ജഡ്ജിയോ സുപ്രീം കോടതിയായിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്നേനെ. എന്നാലും ഈ ചൊവ്വാദോഷമൊക്കെ എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ രാജു നാരായണസ്വാമി IASൻ്റെ ഒരു ഫാനാണ് ഞാൻ. അദ്ദേഹത്തിന് അടുത്ത് കാണാനും സംസാരിക്കാനും പറ്റിയിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബുദ്ധി കുറച്ച് കൂടിപ്പോയാലും സാധാ ആൾക്കാർക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. മനസ്സിലായി? ഇതാണ് സന്തോഷ് വർക്കിക്കുള്ള പ്രോബ്ലം. ഇപ്പൊ കറക്റ്റ് മാച്ചിങ് ആയി. ഞാൻ പറഞ്ഞ ക്ലിയർ ആയില്ലേ? മനസ്സിലായി? എല്ലാം ഒരു നോർമൽ ലെവലിൽ പോകുന്നതായിരിക്കും നമുക്കെപ്പോഴും നല്ലത്. കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാ ആൾക്കാർക്ക് അത് പറ്റില്ല. അപ്പം അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്തതിന് പകരം അവന് വെട്ട് സൈക്കോ. അതെ, പൊതുവെ പറയാറുണ്ടല്ലേ, ബുദ്ധി കൂടുതലുള്ള ആൾക്കാർക്ക് ഇവന് ഭ്രാന്താണ് അങ്ങനെ പറയാറുണ്ടല്ലേ. APJ അബ്ദുൽ കലാമിനെ എടുക്കാം, ഒട്ടും കുറയ്ക്കണ്ട. അദ്ദേഹത്തിന്റെ തലമുടി ഉണ്ടാ ഇഷ്ടപ്പെടൂല. ഇങ്ങനെയാണ് അവരുടെ സ്റ്റൈൽ. ഇന്ത്യൻ പ്രസിഡന്റ് വലിയ സ്റ്റൈലിലൊക്കെ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഞാൻ വയ്ക്കൂ, ഇത് കണ്ട് ഇഷ്ടപ്പെടണതിന് ഇഷ്ടപ്പെട്ടാൽ മതി, അല്ലേ? അത്രയേ ഉള്ളൂ സംഭവം. അദ്ദേഹത്തിൻ്റെ ബുദ്ധിക്കഴിവിനെ നമ്മൾ എടുക്ക്, അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ എടുക്ക്, അദ്ദേഹം രാജ്യത്തിന് വേണ്ടി കൊടുത്ത കോൺട്രിബ്യൂഷൻസ് എടുക്ക്. ആ മനുഷ്യൻ മറ്റാരും കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ രാജ്യത്തിന് വേണ്ടി കൊടുത്തതാണ്. അത് നമ്മൾ കാണൂല കുറേ പേര്, അല്ലേ? ഒന്നീ അതിൽ പിടിക്കും, അല്ലെങ്കിൽ അദ്ദേഹം ഒരാൾ കറുത്തിരിക്കുന്നതാവും, അല്ലെങ്കിൽ അവൻ്റെ മതത്തെ പിടിച്ചെങ്കിൽ എങ്ങനെയെങ്കിലും അലക്കിയിരിക്കും, ഇല്ലെങ്കിൽ സമാധാനം. ഇപ്പോൾ ഈ ചൊവ്വാദോഷത്തിൻ്റെ കാര്യം പറഞ്ഞാൽ, അപ്പം നമുക്കൊരു മനുഷ്യൻ ഇപ്പോൾ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ജാതകത്തിൽ പ്രശ്നമുണ്ടെന്നൊക്കെ പറയുമ്പോൾ അവരുടെ ലൈഫ് തന്നെ അങ്ങോട്ട് നശിച്ചു പോകുന്ന ഒരു അവസ്ഥയിലാണ്. ചിലവർക്ക് അങ്ങനെ ഇപ്പോൾ കല്യാണം നല്ല, അല്ലെങ്കിൽ അവരുടെ ലൈഫ് കുറെ അന്ധവിശ്വാസങ്ങളും ഫില്ല് ചെയ്തിട്ട് ലൈഫ് അങ്ങ് ഒരു കാര്യം ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എന്ത് തന്നെ ആയാലും ഇപ്പം എന്തൊക്കെ ദോഷങ്ങളുണ്ടെങ്കിലും നമ്മൾ ധാർമ്മികതയിലാണെങ്കിൽ അപ്പോൾ ഉടനെ കുറേ എണ്ണം വരും. ധർമ്മം നമ്മുടേതായിട്ടുള്ള രീതിയിൽ ധർമ്മം മറിയട്ടെ, എന്നിട്ട് ജയിലിൽ കിടക്കാം. അപ്പോൾ ധർമ്മം എന്ന് പറയുന്ന ആ ധാർമ്മികതയിൽ നമ്മുടെ ആന്തരികമായ ശുചിത്വം
നമ്മൾ കുളിക്കും, സ്പ്രേ അടിക്കും, 1/2 ലിറ്റർ സ്പ്രേ ഒക്കെ അടിച്ച് പോകാൻ കുട്ടപ്പനായിട്ടിരിക്കും. പക്ഷേ അകം യേശുദേവൻ പറഞ്ഞ കണക്ക് ചതിയും വഞ്ചനയും നിറഞ്ഞ സാധനമാണ്. മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് സമയം, കാലം, ദേശം ഇതെല്ലാം ഒന്ന് നമ്മൾ ആലോചിച്ച് വയ്ക്കുകയാണ്. ഈ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് പോലും ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ അത്ഭുതമല്ലേ? ഇല്ലേ? ഒന്ന് ആലോചിക്കുക. ഒരു കാറിൻ്റെ എൻജിൻ കേടാവാതിരിക്കാൻ അതിന് ബോണറ്റും ബാക്കി സാധനങ്ങളും വെച്ച് ഉണ്ടാക്കിയത് പോലും ഈ തലച്ചോറെന്ന് പറഞ്ഞ വെണ്ണയ്ക്ക് ഈ സ്കള്ളെന്ന് പറഞ്ഞ ഇത്രയും പവർഫുൾ സാധനം കൊടുക്കുക. ഈ സ്കള്ള അവിടെ ഇല്ലായിരുന്നെങ്കിലോ ഒരു വെള്ളയ്ക്ക വന്ന് വീണാൽ ആയിരുന്ന തലച്ചോറ് ചപ്പാത്തി പരുവത്തിലായി പോകില്ലേ? ഇല്ലേ? ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ ഹാർട്ടിനും ലിവറും ലങ്സും എല്ലാം തന്നെ, അല്ലെങ്കിൽ ഇതിൻ്റെ നെഞ്ചിലോ അത് വാരിയെല്ലുകൾ കൊണ്ട് കറക്റ്റായിട്ട് മൂടിക്കെട്ടി. ഇല്ലേ? എന്തുകൊണ്ട് കുടലിന് എല്ലുകൾ കൊണ്ട് കവർ ചെയ്തില്ല? കുടലിന് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റും വയറ് വികസിക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. ഇവിടെ എല്ലുകൊണ്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് ചത്തുപോകും. ഇല്ലേ? അപ്പം ഇതാര് ചെയ്തുണ്ടാക്കിയെടുത്തു? അതൊരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ആര് ചെയ്തു? ഞാൻ അതാ പറഞ്ഞത്, ഞാൻ ആലോചിക്കുന്ന ഒരു സാധനമാണ്. ഇനി ഒരു ചെടിയില്ല, മരവും ഇല്ല, പക്ഷി മൃഗാദികളില്ല. ആദ്യം സന്തോഷ് വർക്കിയെ എന്നെ അങ്ങ് ജനിപ്പിച്ചു വിട്ടു. നമ്മളതൊന്ന് കല്ലും മണ്ണും വാരി തിന്ന് ജീവിക്കുമോ? അല്ല, എനിക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ടാണ്. അപ്പോൾ യുക്തി ഇല്ലാത്ത കുറേ പേർ കുറേ യുക്തിവാദങ്ങളുമായിട്ട് വരും. ഇതാണ് സംഭവം. എന്നിട്ട് വായി തോന്നി പറയും. ഇപ്പം ഇനി വളരെ രസകരം, ഈ എനർജറ്റിക് രക്തത്തിളപ്പുള്ള നല്ല കുറച്ച് എഴുത്തുകാരുണ്ടാവും. അവർ ചെറുപ്പത്തിൻ്റെ കൊഴുപ്പിൽ എഴുതി കൂട്ടി ദൈവവിരുദ്ധ ഡയലോഗുകളൊക്കെ എഴുതി യുവതലമുറയെ ഇങ്ങനെ വഴിതെറ്റിക്കും. ഞാൻ പറഞ്ഞത് പ്രഗത്ഭരായ പ്രശസ്തരായ ചില എഴുത്തുകാരെക്കുറിച്ച് തന്നെയാണ്. അവരുടെ യൗവനത്തിൽ അവർ എഴുതിയത് ഇങ്ങനെയാക്കും. മനസ്സിലായി? കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെയാക്കും. എന്നിട്ട് അത് തിരക്കഥകളാകും, അവർ തോന്നിയ കണക്ക് സിനിമകൾ വരും, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ വയസ്സാം കാലം ആകുമ്പം ഇവർ പലരും മാനസാന്തരപ്പെട്ട് ഗുരുവായൂരപ്പൻ്റെ നടയിലും അല്ലെങ്കിൽ വേറെ പല മറ്റേ യേശു അവിടെ സുവിശേഷ പ്രഭാഷകനായിട്ടും അല്ലെങ്കിൽ മക്കയിലും മദീനയിലും ഒക്കെ പോയി ഹജ്ജൊക്കെ ചെയ്തിട്ട്, നിങ്ങൾ ഹജ്ജ് ചെയ്തിട്ട് വന്ന നിങ്ങളല്ലേ പണ്ട് ഭയങ്കരമായിട്ട് പടച്ചോ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കിടന്നാണ് അനുഭവിച്ചു. ഇപ്പം ഭക്തനായി നടക്കുകയാണ്. എന്റെ കാര്യം തന്നെ എടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇങ്ങനെ നടന്നേ, ഞാൻ ഇപ്പൊ ഭയങ്കര ദൈവവിശ്വാസി. കാരണം ഒരു കല്യാണം കഴിച്ചതാണ് ഞാൻ കട്ട ദൈവവിശ്വാസിയായി മാറി. ഇത് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന നമ്മുടെ ആന്തരിക ഊർജത്തിനെ കുറിച്ച്, നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് പവർഫുള്ളാണെന്ന്. അങ്ങനെ പവർഫുൾ ആ ഊർജത്തിനെ നമ്മൾ പവർഫുള്ളാക്കി മാറ്റിയാൽ നമ്മൾ തന്നെ കൃഷ്ണനും ക്രിസ്തുവും പ്രവാചകന്മാരും നമ്മൾ തന്നെ പവർഫുൾ പേഴ്സണാലിറ്റി ആയിട്ട് മാറും. പക്ഷെ അത് തിരിച്ചറിയാതെ നമ്മൾ അതിൽ മാലിന്യത്തെ കയറ്റിയിട്ട് നമ്മൾ അടിമകളായി കിടന്ന് എങ്ങനെ കാട്ടുകാരുടെ അടിയിൽ വാങ്ങിച്ച് നമ്മൾ കുറേ പോകുമ്പോൾ വിഷമം തോന്നും. സത്യം തിരിച്ചറിയാൻ വളരെ കുറച്ചു പേരെ ശ്രമിക്കാറുണ്ട്. സത്യം തിരിച്ചറിയുന്നിടത്ത് നിന്നാണ് വിജയം. എനിക്ക് അടികൾ കിട്ടി, തകർച്ചകൾ വന്നപ്പോൾ ആ ഒരു സംഗതിയിലൂടെ മാറ്റം വന്നു. ആ മാറ്റം വന്നതിനാണ് ഇന്ന് മിസ്റ്റിക് മീഡിയയിൽ ഇവിടെ ഇരിക്കുന്നത്. വേറെ ഒന്നിനു വേണ്ടിയല്ല, സൂപ്പർ ജിംനി ഷീസ് റൈറ്റ് എന്ന് പറയുന്ന സിനിമയിലേക്ക് അതിനകത്ത് നല്ലൊരു വേഷമാണ് ചെയ്തിരിക്കുന്നത്. സന്തോഷേ അല്ല ആറാട്ടണ്ണ, നാളെ നീ ഈ സിനിമ റിലീസാണ്, നീ കാണണം. കണ്ടിട്ട് സത്യസന്ധമായി നീ റിവ്യൂ കൊടുത്തു. എൻ്റെ പെർഫോമൻസ് മോശമാണെങ്കിൽ നീ എന്നെ വലിച്ച് കീറണം. ഇപ്പൊ റിവ്യൂടെ കാര്യം പറഞ്ഞല്ലോ, ഇപ്പൊ പൊതുവെ ഇപ്പൊ സിനിമകളിൽ ഇറങ്ങുമ്പോൾ റിവ്യൂ കണ്ടിട്ട് ആൾക്കാർ പലപ്പോഴും വിലയിരുത്തുന്നത് തിയേറ്റർ റെസ്പോൺസ് ആയിക്കോട്ടെ, അത് കഴിഞ്ഞ് സിനിമ കണ്ടിട്ട് വീട്ടിൽ വന്നിരുന്നു പറഞ്ഞ റിവ്യൂ. അപ്പൊ ചിലർ ഭയങ്കര മോശമായി പറയുമ്പോൾ സിനിമ മുഴുവനായിട്ട് നശിപ്പിക്കുന്ന ഒരു അവസ്ഥയും വരാറുണ്ട്. ഇപ്പൊ സന്തോഷേട്ടൻ ഒരു റിവ്യൂവർ ആയിട്ട് വന്നതാണ്. അപ്പോ എന്താണ് റിവ്യൂ ഒരു സിനിമയെ നശിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത്? ഒരു പ്രേക്ഷകന് നഷ്ടപ്പെടും 150-180 രൂപീസ് കോടികൾ നഷ്ടപ്പെടും. അങ്ങനെ ഒരു അവസ്ഥ പലപ്പോഴും വരാറുണ്ട്. ഇവര് എപ്പോഴെങ്കിലും ഒരു തിയേറ്ററിൽ പോയി ഷൂട്ടിംഗ് ലൊക്കേഷൻ പോയാൽ ഒരു സിനിമ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് മനസ്സിലായി. ഞാൻ തന്നെ 1-2 ഷോർട്ട് ഫിലിം ചെയ്തപ്പോഴാണ് ഇതിന്റെ അവസ്ഥ മനസ്സിലാക്കിയത്. ഈ റിവ്യൂവിന് പലരും അത് ചെയ്തിട്ടില്ല. ഫോക്ക് ഉൾപ്പെടെ പല ആൾക്കാർ ഒരു ഷോർട്ട് ഫിലിമിലോ ഒരു ഫിലിമിലോ അഭിനയിച്ചറിയാം അതിന്റെ ബുദ്ധിമുട്ട് എന്താണ്. മറ്റേ കാര്യം പറയുന്നത്, ഒരാൾക്ക് പ്രേക്ഷകൻ 150 രൂപ പോകുമ്പോൾ പ്രൊഡ്യൂസറിന്റെ കോടിക്കണക്കിന് രൂപ പോകും. അതിപ്പോ ചിന്തിക്കുന്നില്ല. അപ്പൊ റിവ്യൂ ശരിക്കും സിനിമയെ നശിപ്പിക്കുന്നുണ്ട്. ഞാനത് ഒരുപാട് വേദികൾ പറഞ്ഞു. ഞാനിപ്പോ ഫുൾ സിനിമയാണ്. ഞാൻ പഠിപ്പിക്കൽ പണിയില്ല, എനിക്ക് സബ്ജക്ട് അറിഞ്ഞൂടാ. എങ്ങനെയൊക്കെ ഇപ്പൊ ഇത്രയൊക്കെ പൊട്ടി വന്നതാണ് കേട്ടോ. എനിക്ക് ബയോളജി അറിഞ്ഞൂടാ, ജെനറ്റിക്സ് അറിഞ്ഞൂടാ, ഒന്നും അറിഞ്ഞൂടാ, നിർത്തി. ഇപ്പൊ നമ്മൾ ആർട്ടിസ്റ്റാണ്. ആർട്ടിസ്റ്റിക് ഫീൽഡിൽ എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡയറക്ഷനും പ്രൊഡക്ഷനും അതിൻ്റെതായിട്ടുള്ള എല്ലാ സാധനങ്ങളും പഠിച്ചുകൊണ്ടിരുമ്പോഴാണ് വർക്കി പറഞ്ഞതുപോലെ സത്യം പറഞ്ഞാൽ 100 കണക്കിന് പേരാണ് ഒരു സിനിമയുടെ പിന്നാമ്പുറത്ത് പണി ചെയ്യുന്നത്. ഒരു വർക്ക് ഇറങ്ങി തിയേറ്ററിലെത്താൻ ആ വർക്ക് 6 മാസത്തിൽ കൂടുതൽ വരെ പോകും.
ഇതെല്ലാം ചെയ്തിറക്കാൻ ഒരു പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ വർക്കില്ല. നമുക്ക് പ്രൊഡ്യൂസേഴ്സ് ഇല്ലെങ്കിൽ സിനിമാ തിയേറ്ററുകൾ കൂട്ടിയിടാം. കാരണം സിനിമയില്ല, ഇല്ല, ആർട്ടിസ്റ്റുകളില്ല, സൂപ്പർ സ്റ്റാർസ് ഇല്ല, ദെൻ ടെക്നീഷ്യൻസ് ഇല്ല, ആരുമില്ല. ഇനി ഈ റിവ്യൂ ഈ നെഗറ്റീവ് റിവ്യൂ ഇടുന്ന പിന്നെ എന്തോ ശരിയാണ്, അവർക്ക് ഇടാനുള്ളത്. അപ്പോ ഈ സോഷ്യൽ മീഡിയയില് പണം ഉണ്ടാക്കാനുള്ള ഉപാധികൾ ആണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞ കുറെ പേര് എന്ത് ചെയ്യും? ഇപ്പൊ എനിക്കും ഉണ്ട് യൂട്യൂബ്, എൻ്റെ യൂട്യൂബ്, അതിനകത്ത് കുറെ ഫോളോവേഴ്സ് ഉണ്ട്. ഞാനിടുന്ന നല്ല സത്യസന്ധമായതും കറക്റ്റായിട്ടുള്ളതും കുട്ടി പഠിക്കേണ്ടത് ഇടും. ഇപ്പം 1.5 ലക്ഷം പേര് അധികം ഉണ്ടെന്ന് വെച്ചോ, ഒരു മാസം കൊണ്ട് ആകെ കാണുന്ന 1500 പേരാണ്. മനസ്സിലായ? എന്നാ നല്ലതേ ഞാൻ. അപ്പോ വേറെ കുറെ പേര് ഇടുന്ന ചില സാധനങ്ങളുടെ തമ്പുരയിൽ ഇതിൽ കയറി നോക്കിയാൽ നീ ഞെട്ടും. അതെ, കയറി നോക്കിയപ്പോ ഞൊട്ടി. പക്ഷെ ഈ ഞൊട്ടിയവർക്ക് എത്ര പ്രാവശ്യം? 1.5 മില്യൺ പേരാണ് കയറി ഞെട്ടിയത്. മനസ്സിലായ? ഈ ഞെട്ടിക്കഴിഞ്ഞ കുറെ പേർക്കെതിരെ ഇപ്പൊ കേസും കൊണ്ട് കിടക്കുന്നുണ്ട് ആരൊക്കെയോ ചിലര്. മനസ്സിലായില്ലേ? ഈ ഞെട്ടിക്കഴിഞ്ഞപ്പോൾ കമന്റ് ഇടണ്ടേ? കമന്റ് ഇടുമ്പോൾ ഇപ്പൊ കമന്റ് ഇട്ട കേസായി, പോലീസായി, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? അപ്പൊ ഇനിയിപ്പം ഈ പറയുന്ന റിവ്യൂ എന്ന് പറയുന്ന സാധനം നല്ലതുപോലെ വന്നില്ലെങ്കിൽ അവർക്കും പണി കിട്ടും. അപ്പൊ നമ്മള് അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് അറിഞ്ഞോളാം. ഞാൻ ആ പേരിലൊന്നും വർക്ക് ചെയ്യും. നിനക്ക് കിട്ടിയത് ഇനി നിനക്ക് ഇടി വാങ്ങിച്ചോ, ഞാൻ ഇടി വാങ്ങിക്കാൻ തയ്യാറല്ല. അപ്പൊ നമ്മൾ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് മഹാഭാരതത്തിൽ ഭീഷ്മ പിതാമഹൻ പറഞ്ഞ ഒരു വചനം അറിയാം. ധർമ്മ അർത്ഥ കാമം. ധാർമ്മികമായി ഉണ്ടാക്കുന്ന പണം കൊണ്ട് വേണം ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ. ജനങ്ങളെ പറ്റിച്ചതും സൂത്രത്തരത്തിലും ഉണ്ടാക്കി വിയർക്കാതെ ഉണ്ടാക്കുന്ന പണം കൊണ്ടുവന്ന് നമ്മൾ കൊണ്ടുവന്നങ്ങ് ജീവിച്ച് കളയാന്ന് വെച്ചാൽ അതത്ര പെട്ടെന്നൊന്നും ജീവിക്കാൻ പറ്റില്ല. ഒന്നീ നമുക്ക് പണി കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് പണി കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് പണി കിട്ടും, ഇല്ലെങ്കിൽ മക്കളുടെ മക്കൾക്ക് പണി കിട്ടും. അത് ഉറപ്പാണ്. കാരണം അത് ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ഈ എനർജി, കർമ്മ, അത് കൃത്യമായി അടിച്ചിരിക്കും. ആ അടി കൊള്ളാതിരിക്കണമെങ്കിൽ നമ്മൾ കൂലിപ്പണി, നമ്മൾ കഷ്ടപ്പെട്ടെടുത്ത 10 രൂപയ്ക്ക് അതിനകത്ത് 1 രൂപ 2 രൂപ ആരെയും സഹായിക്കാൻ പറ്റുക ചെയ്യുക. ബാക്കിയുള്ളത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമെങ്കിൽ നന്നായി ജീവിക്കുക. കുറച്ച് മാറ്റി വെച്ചിട്ട് സേവ് ചെയ്താൽ അത്രയും നല്ലത്. പക്ഷേ ജനങ്ങളെ പറ്റിച്ച് ചില ഒരുപാട് സോഷ്യൽ മീഡിയയിലെ പലരും പൈസ ഉണ്ടാക്കുന്നവർക്ക് ലക്ഷങ്ങളാണ് അവരുണ്ടാക്കുന്നത്. മനസ്സിലായി? പക്ഷെ നിങ്ങളൊരു സർവേ നടത്തണം. ഇതിൽ നിന്ന് ലക്ഷം ഉണ്ടാക്കിയ പലരും കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് ലക്ഷം ഉണ്ടാക്കിയ പലരുടെ ഇന്നത്തെ അവസ്ഥ എന്ത്, അടുത്ത വർഷത്തെ അവസ്ഥ എന്ത്, ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ജെനുവിനായിട്ടുള്ളതും ശരിയായിട്ടുള്ളതുമായിട്ടുള്ള ആൾക്കാർ നിലനിന്ന് പോകുന്നതും കാണാം. ബാക്കി പലരും എവിടെയെങ്കിലുമൊക്കെ പൊട്ടും. അത് ഞാൻ പറഞ്ഞ സാധനങ്ങളെല്ലാം ഉണ്ട്. ഒന്നി ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ നേരം കാണില്ല, ഇല്ലെങ്കിൽ പിള്ളേർ പണി കൊടുക്കും, ഉറപ്പായിട്ട് കൊടുക്കും. അത് അങ്ങനെയാണ് കർമ്മ ബൂമറാങ്ങായിട്ട് വന്ന് അടിച്ചിരിക്കും. ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ട് ഇന്നത്തെ ഇപ്പം ഞാനിത് അത്രയും പ്രസംഗിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഈ ഫ്യൂച്ചർ, ഈ തലമുറയെ, പുതിയ തലമുറയെ ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും, അവർ പെട്ടെന്ന് വിജയത്തിലേക്ക് വരും. പക്ഷെ അവർക്ക് ഈ സത്യം പറഞ്ഞു കൊടുക്കാൻ ഇന്ന് പലരും ഇല്ല. ഈ ഒരു ശരിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കൂ. അപ്പം അങ്ങനെ ഇപ്പം ഞാൻ പലയിടത്തുമൊക്കെ നിൽക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയും, നിങ്ങളൊന്ന് ആലോചിക്കും. ഇപ്പം നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ എല്ലാം ആന്തരികമായി സൃഷ്ടിക്കപ്പെട്ടൊന്ന് ആലോചിക്കും. ഇനി ഒന്നും വേണ്ട. ഒരു സാധനം കല്യാണം കഴിച്ചില്ല, ബാച്ചിലറാണോ? ബാച്ചിലർ. കല്യാണം കഴിക്കുമല്ലോ അല്ലേ? കഴിക്കില്ലേ? ഒരു ആ പറഞ്ഞ പുള്ളിക്കാരൻ്റെ ഒരു വിത്ത്, പുള്ളിക്കാരന് പടച്ചവൻ ദൈവം കോടാനുകോടി വിത്തുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കുഞ്ഞു വിത്ത് കാണാൻ പോലും പറ്റാത്ത സ്പേം എന്ന് പറയുന്ന സ്പേം എന്ന് പറയുന്ന അത്ര അൾട്രാ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള അത്രയും സാധനമാണ് വന്ന് വീണിട്ട് ഒരു കുഞ്ഞായിട്ട് ഡെവലപ്പ് ചെയ്തു വരുന്നത്. സോ ആ മൈക്രോ ലെവലിനകത്ത് ആ കുഞ്ഞിന്റെ കണ്ണുണ്ട്, മൂക്കുണ്ട്, നാക്കുണ്ട്, ഹൃദയമുണ്ട്, ലങ്സ് ഉണ്ട്, കിഡ്നി ഉണ്ട്, എല്ലാ ഭാഗങ്ങളും ഉണ്ട്. ശരിയാണോ തെറ്റാണോ? അപ്പൊ ആ ഒരു സാധനത്തിനെ ഡാമേജ് ആക്കിയിട്ടാണ് അങ്ങോട്ട് അയച്ചു തന്നാലോ ജനിക്കുന്ന കൊച്ചെങ്ങനെ ഇരിക്കും? തന്നലും ഈ വന്നു ചേരുന്നതിൽ ഈ പറഞ്ഞ സനയിലും ഇതുപോലെ അതിനേക്കാൾ കുറച്ചുകൂടെ വലുതായിട്ടുള്ള ഒരു മൈക്രോ ലെവൽ സാധനം ഇരിപ്പുണ്ട്. അതിന്റെ പേരാണ് അണ്ടം അല്ലെങ്കിൽ എഗ് ഓർ ഓവം. അതിനകത്തും കംപ്ലീറ്റ് ക്രോമസോം 23 ക്രോമസോമും 40,000 ജീനുകളും കംപ്ലീറ്റ് ഡെവലപ്പ് ചെയ്ത് ഇന്ന് വരെ സനയുടെ ഉപ്പുപ്പാന്റെ ഏതാണോ തുടങ്ങിയത് നമ്മുടെ അപ്പനും അമ്മൂമ്മ തൊട്ടുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് അതിനകത്തുണ്ട്. തന്നല്ലോ അതിനെ
ഏതെങ്കിലും ഒരു മൈനർ ലെവലിൽ ശംഭു വെച്ചിട്ടോ പാൻഗ്ര വെച്ചിട്ടോ ബിയർ അടിച്ചിട്ടോ സിഗരറ്റ് വലിച്ചിട്ടോ ടൈറ്റ് വസ്ത്രങ്ങൾ ധരിച്ച് ചൂടടിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് കഴിച്ചിട്ടോ മെഡിസിൻ ഓവറായിട്ട് കഴിച്ചിട്ടോ കാലാവസ്ഥയ്ക്ക് ചേരാത്ത വസ്ത്രങ്ങൾ ധരിച്ചിട്ടോ അല്ലെങ്കിൽ ആ ലെവലിൽ ഏതെങ്കിലും 8 ഫാക്ടേഴ്സ് ഉണ്ട്. ഇതൊക്കെ സാഹചര്യം കൊണ്ട് ആ അണ്ടത്തിലെ ഒരു ജീനിനാണ് ഒരു കുഞ്ഞ് ഡാമേജ് സംഭവിച്ചത്. കണ്ണിൻ്റെ ജീൻ ഡെവലപ്പ് ചെയ്യേണ്ടത് പോയി, അല്ലെങ്കിൽ ബുദ്ധിയുടെ ജീൻ ഡെവലപ്പ് ചെയ്യേണ്ടത് പോയി, അല്ലെങ്കിൽ കൈ ഡെവലപ്പ് ചെയ്യേണ്ട ജീനിന് ഡാമേജ് വന്നിട്ടാണ് ആ അണ്ടത്തിലാണ് നേരത്തെ പറഞ്ഞ സ്പേം ആ മൈക്രോ തമ്മിൽ ചേർന്നിട്ടാണ് ആ കുഞ്ഞ് മുളച്ചു വരുന്നതെങ്കിൽ ആ കുഞ്ഞാണ് ആ തെറ്റ്. ആ കുഞ്ഞ് എന്ത് പഴച്ചു? ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ശരിയല്ലേ? അതിലാണ് ഒരു വേദഗ്രന്ഥത്തിൽ ഖുർആനിൽ കൃത്യമായി പറഞ്ഞത്, അല്ലെങ്കിൽ ബൈബിളിൽ പറഞ്ഞത്, വേദത്തിൽ പറഞ്ഞത്, നല്ല വിത്തുകൾ നല്ല പുരയിടത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല വൃക്ഷങ്ങൾ വളർന്നു വരും. ശരിയാണ്, മനസ്സിലായോ? രോഗം വന്ന വിത്തുകൾ അല്ലെങ്കിൽ തോന്നിയവാസമായിട്ടുള്ള വിത്തുകൾ കൊണ്ടുവന്ന് മോശപ്പെട്ട പുരയിടത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഉള്ള ജോക്കറുകൾ പൊങ്ങി വരും, കളകൾ പൊങ്ങി വരും, അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ ആ വേദത്തിൽ പറഞ്ഞ, ഇപ്പോൾ ബൈബിളിലോ ഖുർആനിലോ ഒക്കെ പറഞ്ഞതുപോലെ നല്ല വിത്ത് നല്ല പുരയിടത്തിൽ വീണ് കഴിഞ്ഞാൽ നല്ല വൃക്ഷങ്ങൾ വളരും, അല്ലേ? എന്ന് പറഞ്ഞാൽ നല്ല പുരുഷൻ മീൻസ് കുളിച്ച് സ്പ്രേ അടിച്ചല്ല, നല്ല ബുദ്ധിയും നല്ല യുക്തിയും നല്ല വകതിരിവും നല്ല ബോധത്തോടെ പ്രവർത്തിക്കുന്ന നല്ലൊരു പയ്യൻ, നല്ലൊരു ചെറുപ്പക്കാരൻ, ആ വിത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പെൺകുട്ടിയിലാണ് കിട്ടുന്നതെങ്കിൽ ആ സംഭവം അവിടെ നിന്ന് നല്ല കുഞ്ഞുങ്ങൾ ജനിക്കും. ഇപ്പൊ ഇത് പറഞ്ഞപ്പോ നല്ല കുട്ടി ഞാൻ ഉദ്ദേശിച്ചത് ബോധവും വിവരവും വകതിരിവും ഉള്ളതിനാണ്, അല്ല സൗന്ദര്യത്തിനെ അല്ല ഞാൻ. ഇപ്പൊ ഈ ഒരു ഇതിൽ പറയുമ്പോ പണ്ട് സാറിന്റെ ഒരു ഡിബേറ്റ് ഞാൻ കണ്ടു, ഡിബേറ്റ് ഷോ, ലൈക്ക് ജീൻസിന് ഇഷ്യൂ വെച്ചിട്ട്. അപ്പൊ ഇപ്പത്തെ പല കാരണങ്ങളും പല ഇഷ്യൂസ് ഉണ്ടാവാനും പല രീതിയിൽ കമന്റ്സ് ബാഡ് ആവാനും വസ്ത്രധാരണ ഒരു കാരണമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പറയാറുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം? നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം. ഈ കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇത്രയൊക്കെ സജീവമാകുന്നതിന് മുമ്പ് ചാനൽ ചർച്ചകളിലൂടെ ആദ്യമായി വസ്ത്രധാരണങ്ങൾക്കെതിരെ, മോശപ്പെട്ട വസ്ത്രധാരണങ്ങൾക്കെതിരെ കേരളത്തിൽ 15 വർഷങ്ങൾക്ക് മുമ്പ് ആഞ്ഞടിച്ചു തുടങ്ങിയ ആദ്യ വ്യക്തി ആരാണ്? ഉറക്കെ പറ. ഞാൻ തന്നെയാണ്. എത്രയോ വർഷക്കാലം ഞാൻ ലെഗിൻസിനെതിരെ പറഞ്ഞു, ഓർമ്മയുണ്ടാവും പണ്ട്. അല്ലേ, ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ലെഗിൻസിനെതിരെ. ഇപ്പൊ ഞാൻ പറയില്ല, പണ്ട് ലെഗിൻസിനെതിരെ. അത് ലെഗിൻസ് ഇടുന്നതിനെതിരെയല്ല, അശ്ലീലമായ ലെഗിൻസ് പ്രദർശിപ്പിച്ച് കാഴ്ചകൾ കുട്ടികളിലെ ലൈംഗികതയെ ഉദ്ദീപിപ്പിക്കുമെന്ന് കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവും. കാഴ്ചയാണ്. സോഷ്യൽ മീഡിയയിലെ ഈ റീൽസ്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിലെ റീൽസിൽ പകുതി ശരീരം പ്രദർശിപ്പിച്ചും മുക്കാൽ പ്രദർശിപ്പിച്ചും കുട്ടികൾ ഇത് കാണുമ്പോൾ അവരുടെ എൻഡോക്രൈൻ സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്ത് അവരുടെ സെക്സ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ തെറ്റ് പറയാൻ പറ്റില്ല. വസ്ത്ര സ്വാതന്ത്ര്യം അവിടെ നിൽക്കട്ടെ, ഈ പറഞ്ഞതാണ്. അപ്പൊ ഈ ധാരണത്തിനെ കൊണ്ട് ഏറ്റവും കൂടുതൽ ചാനൽ ചർച്ചകളിൽ അടി വാങ്ങി പിടിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ആണല്ലോ. അതുപോലെ തന്നെ ടൈറ്റ് ജീൻസ് ഇടുന്നതിനെ കുറിച്ച് ആൺകുട്ടികളും പെൺകുട്ടികളും, അത് ട്രിവാൻഡ്രം വിമൻസ് കോളേജിൽ പെൺകുട്ടികളുടെ മുമ്പിൽ ഞാനിത് പറഞ്ഞപ്പോൾ പെൺകുട്ടികൾ നിന്നായിപ്പോയി. അവിടെ ആൺകുട്ടികൾ ഇല്ലാത്തതുകൊണ്ടാണ്. എന്നാൽ ചാത്തന്നൂർ NSS കോളേജിൽ ഇത് ഞാൻ പറഞ്ഞു, അവിടെ പെൺകുട്ടികൾ അന്നുണ്ടായിരുന്നു, അവരെല്ലാം ഹാപ്പി ആയിരുന്നു. അപ്പോൾ എന്നെ മാത്രം പിടിച്ച് ഞാൻ പെൺകുട്ടികളെ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്നെ അലക്കി. അങ്ങനെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഇന്നത്തെ ഈ അരാജകത്വത്തിനെ കുറിച്ച് ശക്തമായി വിളിച്ചു പറയുകയും പ്രതികരിക്കുകയും ചെയ്തിരുന്ന എന്നെ അന്ന് കൂടം കൊണ്ടടിച്ചു നിരത്തി സൈലന്റ് ആക്കി നിർത്തി. ഇപ്പൊ ഞാൻ നിർത്തി. എനിക്ക് അഭിമാനത്തോടെ പറയാം, കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് വരെ ഇത്രത്തോളം മോശപ്പെട്ട രീതിയിലുള്ള അവസ്ഥകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലും സാമൂഹിക പശ്ചാത്തലത്തിലും കുട്ടികളുടെ ഇടയിൽ, വ്യക്തികളുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ശരിയാണോ തെറ്റാണോ സന്തോഷം? ഇക്കഴിഞ്ഞ 5 വർഷം കൊണ്ട് തകർച്ചകളുടെ ഒരു മാസീവായിട്ടുള്ളത്. ഇനി ഇത് തിരിച്ചു പിടിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് വലിയ വിശ്വാസമില്ല. അതുകൊണ്ട് എൻ്റെ പാരൻസ്, എൻ്റെ രക്ഷകർത്താക്കളെ, നിങ്ങളുടെ മക്കളെ ചെറുതിലേ തന്നെ നല്ല മൂല്യങ്ങളുള്ള സിനിമകൾ കാണിച്ച്, സിനിമയ്ക്കുള്ളൊരു ഗുണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണിലൂടെ കാണാം, ചെവിയിലൂടെ കാര്യങ്ങൾ കേൾക്കാം, മനസ്സിലത് ഫീൽ ചെയ്യാം, ബുദ്ധിയിലൂടെ ചിന്തിക്കാം. പെട്ടെന്ന് നമുക്ക് ഗുണങ്ങൾ കിട്ടാനുള്ള നല്ലൊരു മാർഗ്ഗമാണ് സിനിമയായാലും സീരിയലായാലും. പക്ഷേ മോശമാണ് കിട്ടുന്നതെങ്കിൽ അതും സൂക്ഷിക്കണം. അപ്പം നല്ലത് കിട്ടുന്ന നല്ല സിനിമകൾ അത് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ആ നല്ല എല്ലാ സിനിമകളും സോപ്പിടാൻ വേണ്ടി നല്ല സിനിമകൾ, നല്ല സീരിയലുകൾ എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. പ്രേംകുമാർ സാർ പറഞ്ഞ കുറേ കാര്യങ്ങൾ ശരിയുണ്ട്. അപ്പം നല്ല സിനിമകളെ നിങ്ങൾ കൈവിട്ട് കളയരുത്. നല്ല സിനിമകളുടെ കൂട്ടത്തിലെ ഒരു നല്ല സിനിമയാണ് സൂപ്പർ ജിംനി, ഷീ വാസ് റൈറ്റ് എന്ന് പറയുന്നത്. ഒന്നാലോചിച്ചാൽ മതി, മീനാക്ഷിയല്ലേ നായിക,
പിന്നെ ബാക്കി 30ഓളം ആർട്ടിസ്റ്റുകൾ, സിനിമ ഇൻഡസ്ട്രിയിലെ ആർട്ടിസ്റ്റുകളാണ്. അവരെല്ലാം അതിനകത്തുണ്ട്. കോളനി ബേസ് ചെയ്തും ഫാമിലി ബേസ് ചെയ്തും ടൗൺ അങ്ങനെ ഒരുപാട് സ്കൂളുകൾ ബേസ് ചെയ്തും പോകുന്ന ഏറ്റവും വാല്യൂ ഉള്ള നമ്മുടെ സത്യൻ അന്തിക്കാട് സാറിൻ്റെ ചിത്രം പോലെയുള്ള നല്ല നാട്ടിൻ പുറത്തെ നല്ലൊരു ഫാമിലി എൻ്റർടൈനർ ആയിട്ടുള്ളത്. പിന്നെ അതിനകത്തൊരു ത്രൂ ഔട്ട് വേഷം ചെയ്തു. ഞാനിപ്പോൾ ഏകദേശം അത് സർപ്രൈസ് ആണ്. സർപ്രൈസ്, ഏത് വേഷം എന്നുള്ള സർപ്രൈസാണ്. ഞാനിപ്പോൾ 26ഓളം സിനിമകൾ ചെയ്തു. 6ഓളം സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയ സിനിമകൾ പലതും ചെറിയ പ്രൊഡ്യൂസർമാരുടെയാണ്. പക്ഷേ ഇപ്പോൾ തന്നെ ഓണത്തിനൊരു സിനിമ ഇറങ്ങി, അത് നല്ല പടമായിരുന്നു, ഗ്യാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ്. അത് ഷാജി കൈലാസാറിൻ്റെ മകൻ ആണ് ആ നായകൻ, അബു സലീമൊക്കെ ഉണ്ടായി. ഞാൻ നല്ല വേഷമാണ് ചെയ്തത്. പക്ഷേ ആ സമയത്താണ് കിഷ്കിന്ദ കാണ്ടോ ARM ഇറങ്ങിയത്. വലിയ പടങ്ങളുടെ ഇടയിൽ നമ്മുടെ കുഞ്ഞു പടം മുങ്ങിപ്പോയതുകൊണ്ട് എൻ്റെ പെർഫോമൻസ് പലർക്കും കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും പേടിച്ചിരിക്കുകയാണ്. നാളെ 5 or 6 സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ മനോഹരമായ സൂപ്പർ ജിംനി ഷീസ് റൈറ്റ് എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നത്. അത് മുങ്ങിപ്പോവരുത്. കാരണം നമ്മുടെയൊക്കെ ഒരു ഭയങ്കര പ്രതീക്ഷകളാണ്. കാരണം ഞങ്ങൾക്ക് പറഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ പ്രസംഗങ്ങൾ നിർത്തിയാലും ഏത് രീതിയിലും നല്ല നല്ല കാര്യങ്ങൾ കൊണ്ടുവന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കും. ഇനി വസ്ത്രധാരണത്തെക്കുറിച്ച് ഒരെണ്ണം ഞാൻ പറയും. നമുക്കൊരു ഡ്യൂട്ടി തരികയാണ്. ഇപ്പോൾ ഒരു സിനിമയിൽ ഒരു അവസരം, അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ, അല്ലെങ്കിൽ ഒരു കട ഉദ്ഘാടനം ചെയ്യാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് നമ്മൾ പോകുമ്പം നമ്മൾ ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ചാൽ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കും, ഇല്ലേ? അപ്പോൾ നമ്മളൊരു പാർട്ടി വെയറായിട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ കോളേജിൽ യൂണിഫോം ഡ്രസ്സായി പോകുന്നത് എന്തായാലും ബീച്ച് ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകില്ല. ബീച്ചിൽ പോയി നമ്മൾ ബീച്ചിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനടുത്തുള്ള ഡ്രസ്സായിരിക്കും ഇട്ടുകൊണ്ട് പോകുന്നത്. അതൊരു നമ്മുടെ വകതിരിവും നമ്മുടെ ബോധവും നമ്മുടെ ചിന്താശേഷികളാണ്. പക്ഷേ ഞാനൊരു പ്രോഗ്രാമിന് പോകുമ്പം, അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് ഒരു റോൾ തരുമ്പോൾ, അതിൽ ആ ഡയറക്ടർ പറയുകയാണ്, തിരക്കഥയിൽ PK-യിൽ അമീർ ഖാൻ ചെയ്തതുപോലെ രജിത് കുമാറിന് ഒരു ന്യൂഡ് വേഷമുണ്ട്, അല്ലെങ്കിൽ ഒരു കോണാകം ഉടുത്തിട്ട്, കോണാകം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കൗപീനം എന്നൊക്കെ പറഞ്ഞിട്ട് ഉടുക്കുന്ന ഒരു ചെറിയ സാധനം ഉടുത്തിട്ട് വേണം ഇത് ഇങ്ങനെ തെരുവിലൂടെ നടക്കാൻ. ഞാൻ അത് റെഡിയാണ്. കാരണം എന്താ, ഒരു ആർട്ടിസ്റ്റ് ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞ് അതിൻ്റെ സ്ക്രിപ്റ്റും സിനിമയെ ഡിമാൻഡ് ചെയ്യുന്നെങ്കിൽ ഏത് ക്യാരക്ടർ ചെയ്യാനും ഞാൻ തയ്യാറാണ്. മനസ്സിലായി? ഇപ്പം തന്നെ പായൽ കബാഡിയുടെ അവാർഡ് കിട്ടിയ ഫിലിം ഉണ്ടല്ലോ, നമ്മുടെ മലയാളം ഹിന്ദിയിലൊക്കെ എടുത്ത, ഞാൻ കണ്ടു കഴിഞ്ഞ ദിവസം. അതെ, അപ്പോൾ അത് കണ്ടു. ആ പടത്തിൽ ചില ഭാഗങ്ങളിൽ അത് ഡിമാൻഡ് ചെയ്ത കാര്യങ്ങളാണ് അവരെ കാണിച്ചത്. പക്ഷെ നമ്മൾ കുറേ പേര് എന്ത് ചെയ്യും, അതിനെ വൾഗറാക്കി ചിത്രീകരിച്ചുകൊണ്ട് നമ്മൾ പോകും. അതാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ വസ്ത്രധാരണം ഒരാളിൻ്റെ ചോയ്സ് തന്നെയാണ്. പക്ഷെ അത് ഏത് ലെവലിൽ ചെയ്യണം, എങ്ങനെ ചെയ്യരുത് എന്ന് തീരുമാനിക്കേണ്ടത് ആര് തന്നെയാണ്? നമ്മൾ തന്നെയാണ്. ഏതൊരു വസ്ത്രവും നന്നായിട്ടും ധരിക്കാം, അല്ലാതെ മറ്റൊരു രീതിയിൽ. ഇപ്പം നല്ല സാരിയും ബ്ലൗസും, നല്ല ഡ്രസ്സ് സാരിയും ബ്ലൗസുമാണ് എന്നാണ്, ഓക്കെ. പക്ഷെ ആ സാരിയുടെ ഭാഗം ഇവിടെ താഴെ അറ്റം വരെ കൊണ്ടുവച്ചിട്ട് ഈ വയറ് മുഴുവൻ പുറത്ത് കാണിച്ചിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിടിച്ച് റോഡിലൂടെ പോകുമ്പോൾ ഇങ്ങനെ കാണിച്ചു പോകുകയും, അല്ലെങ്കിൽ സാരി ഇട്ടേക്കുന്ന ബ്ലൗസ് ഇങ്ങനെ വെട്ടി ഇറക്കിയിട്ട് ഈ സാരി താഴത്തോട്ട് വെച്ചാൽ ഈ സാരിയും ബ്ലൗസും ഇട്ടതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? അപ്പം എല്ലാം ക്ലിയറായി കിട്ടിയല്ലോ, അതാ എല്ലാം മനസ്സിലാവണം, അതേ ഉള്ളൂ. അപ്പം ഏത് ഡ്രസ്സ് എങ്ങനെ ധരിക്കണം എന്നുള്ളത് ഓരോ വ്യക്തികളുടെയും ചോയ്സാണ്. അത് അവരുടെ ബുദ്ധി, യുക്തി, വകതിരിവ്, വിവേചന ബുദ്ധി, ബോധം, ഇങ്ങനെ പലതുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, സമൂഹം എന്ന് പറയുന്നത് നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഉണ്ട് നമ്മൾ അങ്ങനെ ഇടുന്നതിലുണ്ടെങ്കിൽ സമൂഹം നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. കാരണമുണ്ട്. PK-യിൽ എല്ലാ അഴിച്ചു കളഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ ചില ഇംഗ്ലീഷ് ഫിലിംസ് എടുക്കുമ്പോഴത്തേക്ക് അതെ, അപ്പം അത് അങ്ങനെ വേണ്ടി വരുന്നത് സിനിമ ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ടാണ്. അതിന് അവാർഡ് കിട്ടും, അംഗീകാരം കിട്ടും, നമ്മളത് ചെയ്യുന്നുണ്ട്. ഒരിക്കൽ ഇപ്പോൾ ഒരു സെക്സ്, ഇപ്പം ദിയ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുമായിരിക്കും. ആ സിനിമ ഡയറക്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു റേപ്പ് സീൻ ചെയ്യാൻ ആർക്കും തയ്യാറല്ലെങ്കിൽ എന്നെ വിളിക്കും. അതിനകത്ത് ന്യൂഡ് വേഷത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സീൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന സാധനം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് എന്നെ വിളിക്കും. ആ ഡിമാൻഡ് ആവശ്യപ്പെടുകയാണ്, താങ്കൾ ഡയറക്ടറാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് വന്ന് ചെയ്യും. അത് ചെയ്യാൻ ഞാൻ മനസ്സ് കാണിക്കുന്നതും അത് പെർഫെക്ഷനിൽ കൊണ്ടുവന്നെങ്കിലേ എനിക്ക് അവാർഡ് കിട്ടത്തുള്ളൂ, അല്ലേ? പക്ഷേ അതല്ലാതെ അതേ ടൈപ്പ് ഞാൻ പബ്ലിക്കായിട്ട് റോഡിലൂടെയോ പബ്ലിക് പ്ലേസിലോ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ജനം എടുക്കുമോ? അപ്പോൾ പൊതുബോധം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജനങ്ങൾ, പബ്ലിക്ക് ഏറ്റവും വലുതാണ്. ആര് പറഞ്ഞാലും എനിക്കെന്തെന്ന് ചോദിക്കുന്ന സെൽഫിഷ് മെൻറ്റാലിറ്റികൾ അധികകാലം മുമ്പോട്ട് പോവില്ല. അവർക്കും ആവാം എന്തും, മനസ്സിലായില്ലേ? അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഇപ്പം ഒരുപാട് പേര് വസ്ത്രധാരണവും മറ്റ് പലതും ഒക്കെ ലഹരിയും ഒക്കെ പറഞ്ഞു വരുമ്പോൾ ഇതിൻ്റെ 15 വർഷങ്ങൾക്ക് മുമ്പ് ഇത്
ഇനി തുടക്കക്കാരനായ ആൾ ഇപ്പോഴും ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്, പക്ഷെ സൈലൻ്റ് ആയിട്ടാണ് എല്ലാം കണ്ടുകൊണ്ട്. ഒരു ഡേ വരും, എവരി ഡോഗ് ഹാസ് എ ഡേ, ഡേ വിൽ കം എന്ന് പലപ്പോഴും ഞാൻ എന്നോട് തന്നെ പറയുന്നൊരു സംഗതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ നല്ല സമയങ്ങൾ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്ന, ഞാൻ ശരിയാണ് എന്ന് ലോകം വിളിച്ചു പറയുന്ന, അംഗീകരിക്കുന്ന ഒരു ദിവസം വരും. ഇനി എത്രയൊക്കെ വന്നാലും ഈ 110 കോടി അല്ലെങ്കിൽ നമ്മുടെ 4 കോടി 3.5 കോടി കഴിഞ്ഞു 4 കോടി മലയാളികൾ നമ്മളെ ഒരിക്കലും അംഗീകരിക്കുമെന്ന് വിചാരിക്കുകയും ചെയ്യും. മനസ്സിലായില്ലേ? ഈ 5 വിരലും 5ആയിട്ട് തന്നെ ഇരിക്കുന്നത്. എൻ്റെ ഈ 5 വിരലും ഒരേപോലെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ എനിക്കെന്തോ വൈകല്യം ഉണ്ടെന്നാണ് അർത്ഥം, അല്ലേ? പക്ഷേ എൻ്റെ ആഗ്രഹം ഈ 5-ൽ 3 പേരെങ്കിലും എന്നെ ഇഷ്ടപ്പെട്ടാൽ മതി. എനിക്ക് അത്രേ താല്പര്യമുള്ളൂ. ഇവർ രണ്ടുപേരും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ 3 പേരെ ഞാൻ വെറുപ്പിക്കില്ല. അപ്പം മെജോറിറ്റി ആയില്ല. അതുകൊണ്ട് സൂപ്പർ ജിംനി പടത്തിലൂടെ നിങ്ങളുടെ മക്കൾക്ക് ഒരുപാട് ഗുണപാഠങ്ങൾ, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാം. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരെ കാണിക്കുക. ഇത് ഒരുപാട് ആൾക്കാർ വന്നിരുന്ന വീഡിയോ ഇടാൻ തക്ക രീതിയിലില്ല. ചെറിയ ഒരു മീഡിയം ബഡ്ജറ്റ് പടമാണ്. പക്ഷേ അധിക പബ്ലിസിറ്റി ഇതിൻ്റെ ഇടയിലൊക്കെ ഇട്ട് പോകാനുള്ള ഒരു ചുറ്റുപാട് ഇന്നത്തെ സാഹചര്യവും സാമ്പത്തിക പ്രശ്നവും ഒക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് തിയേറ്ററിൽ വന്നിട്ടല്ലേ പോകാൻ പറ്റത്തുള്ളൂ. ഡയറക്റ്റ് OTT ഇല്ല. എന്നാലും മറ്റേ ഇംഗ്ലീഷ് പടം എന്ന് പറയുന്നത് തിയേറ്ററിൽ വരാതെ നേരിട്ട് OTT വന്നു. ഹോട്ട്സ്റ്റാറിലുണ്ട്. ഞാൻ ഹോട്ട്സ്റ്റാറിലൂടെ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് കുറേ അങ്ങനെ വരുന്നുണ്ട്. അത് ഇൻട്രസ്റ്റ് ലെവലിൽ നല്ല ഫിലിമുകൾ കൂടുതൽ ചാൻസ് ഉണ്ട്. ഞാൻ സന്തോഷം, എനിക്ക് തോന്നി പറഞ്ഞാൽ ഞാൻ പറയാം, ശരിയാണോ അല്ലേ? തിയേറ്ററുകളിൽ വിജയിക്കുന്ന പടങ്ങൾ OTTയിൽ മിക്കവാറും ഫ്ലോപ്പായിരിക്കും. എന്നാൽ തിയേറ്ററുകളിൽ പൊളിഞ്ഞു എന്ന് പറയുന്നത് OTTയിൽ ഗംഭീര വിജയമായിരിക്കും. അതുകൊണ്ട് OTTക്ക് നല്ല ഡിമാൻഡാണ്. പക്ഷേ ഞാൻ കേൾക്കുന്ന ചില OTT പ്ലാറ്റ്ഫോമുകൾ പറയുന്നു തിയേറ്ററിൽ വിജയിച്ചാലേ ഞങ്ങൾ എടുക്കും. തിയേറ്ററിൽ വിജയിച്ചാൽ നിങ്ങൾ OTT എടുക്കേണ്ട, ആരും കാണാനില്ല, എല്ലാവരും തിയേറ്ററിൽ തന്നെ കണ്ടിരിക്കും. ശരിയല്ലേ? എന്നാൽ തിയേറ്ററിൽ കാണാത്ത പടങ്ങൾ പലതും ഞാൻ OTTയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? കാരണം തിയേറ്ററിൽ അത് ക്ലിക്കായില്ല. പക്ഷേ ഞാൻ OTT കണ്ടപ്പോൾ സൂപ്പർ സാധനം. ഞാനൊരു റിവ്യൂറാണ് പറയാം. FTUS ജെന്യൂൻ റിവ്യൂ അല്ല. കാരണം അതിൽ കാസ്റ്റ് ആൻഡ് ക്രൂ എന്തൊക്കെ വന്നാലും പോസിറ്റീവായിട്ട് പറയുന്നു, ഫാൻസുകാർ പോസിറ്റീവായിട്ട് പറയും. ഒരു ജെന്യൂൻ ഡിഗ്രേഡ് ആൾക്കാർ നെഗറ്റീവ് പറയും. ഒരു ജെന്യൂൻ റിവ്യൂ ഫസ്റ്റ് റിവ്യൂ ഒന്നും ഇല്ല. മീഡിയയുടെ എപ്പോഴും പറയാറുണ്ട് സെക്കൻഡ് ഷോ തേർഡ് ഷോ റിവ്യൂ അല്ലേ ഒരു ജെന്യൂൻ റിവ്യൂ കിട്ടും. അത് ആരും ചെയ്യുന്നില്ല. ശരി ശരി, അത് വളരെ കറക്റ്റായിട്ടുള്ളൊരു സംഭവം. അതാണ് പ്രശ്നം. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്, ഈ ഒന്നാമത്തെ ഷോ കഴിഞ്ഞ് ആ തിയേറ്ററിൽ തന്നെ രണ്ടാമത്തെ ഷോ കാണിക്കാൻ നിവർത്തിയില്ല സന്തോഷേ. കാരണം രണ്ടാമത്തെ പടം അവിടെ കയറാൻ ക്യൂ നിൽക്കുകയാണ്. പടക്കട ഇപ്പം ഞാൻ ചോദിക്കട്ടെ, 2 തിയേറ്റർ ഉണ്ട്, 4 സ്ക്രീനുണ്ട്, 5 പടവും ഉണ്ട്, അല്ലേ? ചില ആഴ്ചയിൽ ഒരു പടം ഉണ്ടാവില്ല, ഒരു പടം അത് അതാ മനസ്സിലാവാത്തത്. ഇനി രണ്ടാമത് സിനിമ ഇൻഡസ്ട്രി വരുന്ന പരാജയം ഞാൻ ഇപ്പം കണ്ട്, ഞാൻ പലയിടത്തും മുമ്പ് വിളിച്ചു പറഞ്ഞതാണ്, ഏത് തിയേറ്ററിൽ ഏത് ഷോ എത്ര മണിക്ക് എപ്പോൾ ഇതൊന്നും പോസ്റ്ററിൽ ഒട്ടിക്കത്തില്ല. ഇപ്പം ഞാൻ പറഞ്ഞു മനസ്സിലായി. പബ്ലിക്ക് നമ്മളെപ്പോലെയുള്ളവർ ബസ്സിൽ പോകണതും മറ്റും റോഡിലൂടെ പോകുമ്പം മതിലിൽ ഒട്ടിച്ചിരിക്കുകയാണ് ഒരു പോസ്റ്റർ. ഈ സിനിമ ഇന്ന് രമ്യയിൽ അല്ലെങ്കിൽ ധന്യയിൽ 3, 5, 9 ആണെങ്കിൽ നമുക്ക് അതനുസരിച്ച് ആ സമയത്ത് ചെന്നാൽ പോരെ. ഇത് ഞാൻ പലവട്ടം പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ആലുവയിൽ മാധുരി ആലുവയിലെ തിയേറ്ററുകളിൽ, ആലുവയുടെ മതിലുകളിലെല്ലാം ഇത് വീണ്ടും പോസ്റ്റർ വന്നു. പോസ്റ്ററിൻ്റെ മുകളിൽ തിയേറ്ററിൻ്റെ പേരും അതിൽ ഡേറ്റും അതിൽ ഈ ഷോയുടെ സമയവും വെച്ചിട്ടുണ്ട്. എല്ലാവരും ഈ ബുക്ക് മൈ ഷോയിൽ നടത്തിക്കൊണ്ടിരിക്കുമോ? നമ്മൾ കൂലിപ്പണിയും ചെയ്തിട്ട് ബുക്ക് മൈ ഷോയുടെ പുറകെ നടക്കാൻ പോകുമോ? ഓടി തിയേറ്ററിൽ ചെല്ലുമ്പോഴത്തേക്ക് ഷോ തുടങ്ങി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു അപേക്ഷ, തിയേറ്ററുകൾ അവയുടെ സമയം കറക്റ്റായിട്ട് റോഡിലൊട്ടിക്കുന്ന പോസ്റ്ററുകളിൽ കൊടുത്താൽ നിങ്ങൾക്ക് തന്നെ ഓടിയ പ്രേക്ഷകരെ കൂടുതൽ കിട്ടും. ഞാൻ പലപ്പോഴും ഇപ്പോൾ തിയേറ്ററിൽ പോകാത്ത കാരണങ്ങളിൽ ഒന്ന്, ഏറ്റവും പ്രധാനം, ഏത് തിയേറ്ററിൽ ഏത് ഷോ എത്ര മണിക്കാണെന്ന് ഒരു ഐഡിയ പബ്ലിക്കിൽ കിട്ടുന്നില്ല. അതാണ് സംഭവം. അതുകൊണ്ട് ജനങ്ങൾ തിയേറ്ററിൽ കിട്ടണമെങ്കിൽ നിങ്ങൾ പഴയതുപോലെ തന്നെ ഇത് ഒട്ടിക്കാനായിട്ട് നോക്കുക. പിന്നെ എക്സ്ട്രാ അഡീഷണൽ ആണെങ്കിൽ വേറെ സമയത്തൂടെ കയറ്റുക. ഇപ്പോൾ റിജിസാന്റെ സിനിമ ഇറങ്ങാൻ പോകുന്ന എന്താ സന്തോഷമായിട്ട് പറയാം. ഇപ്പോഴത്തെ ജനറേഷൻ വിചാരം കുറെ നെഗറ്റീവ് കാര്യം ചെയ്യുന്ന, ഷോർട്ട് കട്ട്സ് എടുത്ത് ചെയ്യുന്ന വിജയിക്കാമെന്ന് നെഗറ്റീവായിട്ട് ധാരണയുണ്ട്. അത് മാറ്റിയിട്ട് ലോങ് ടേമിൽ എത്തിക്സേ വർക്കൗട്ട് ആവുള്ളൂ എന്ന് പറയുന്നത് പക്ഷേ എന്നൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതെ, ലോങ് ടേമിൽ എത്തിക്സേ വർക്കൗട്ട് കറക്റ്റാണ്. ഇപ്പം ലോങ് ടേമിൽ എത്തിക്സേ വർക്കൗട്ട് ആവുമെന്ന് സന്തോഷ് പറഞ്ഞു. ഞാൻ എത്തിക്സ് ഒന്നുകൂടെ എടുത്ത് പറഞ്ഞു. ഈ ലാസ്റ്റ് പറഞ്ഞത് മുഖ്യധാരയിൽ എത്തിയിട്ടില്ലെങ്കിൽ ഈ വാല്യൂ പോയിന്റ് അവിടെ എത്തൂല. മനസ്സിലായില്ലേ? അതാണ് സംഭവം. വലിയൊരു പോയിന്റാണ് പറഞ്ഞത്. ഈ ക്രൈമും ആക്ഷനും വയലൻസും എല്ലാം താൽക്കാലികം മാത്രമാണ്. ഞാൻ ഈ വയലൻസ് കണ്ടതിന് ശേഷം വെളിയിലിറങ്ങി കൊടുവാളും എടുത്ത് അപ്പുറത്ത് തന്നെ വെട്ടിയാൽ പിന്നെ ഞാൻ അതോടെ സെൻട്രൽ ജയിലിലല്ലേ?
പിന്നെ 15 വർഷം കഴിഞ്ഞ് ഞാൻ ഇറങ്ങി, എനിക്ക് എന്തെങ്കിലും പിന്നെ ലൈഫ് ഉണ്ടോ? അത് മാത്രം ചിന്തിക്കുക. അത് കാണണ്ടെന്നല്ല, കാണുക, എൻ്റർടൈൻമെൻ്റ് ആണ്, ആസ്വദിക്കുക, കളയുക. എല്ലാ സിനിമകളും കാണുക, കാണാൻ പറ്റുന്ന കാണുക, അതൊരു എൻ്റർടൈൻമെൻ്റ് ആണ് അല്ലേ? അത് കുറേ എക്സാജറേഷൻസ് ആണ്, അത്രയേ ഉള്ളൂ. കാണുക, രസകരം, എൻജോയ് ചെയ്യുക, പാട്ട് കൊള്ളാമെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ ഫ്രെയിം കൊള്ളാമെങ്കിൽ അത് കാണുക. പുറത്തിറങ്ങുമ്പോൾ അതിൽ വേണ്ടാത്തതെല്ലാം കളയുക, നല്ലതുകൾ എടുക്കുക. നല്ലത് എടുക്കാൻ കഴിയുന്ന സെലക്ഷനാണ്. ഇപ്പോൾ നമ്മൾ പെണ്ണ് കിട്ടുമ്പോഴും ഏറ്റവും ബെസ്റ്റ് പെണ്ണിനെയും ആണിനെ കിട്ടുമ്പോഴും ഏറ്റവും ആണിനെയും സെലക്ട് ചെയ്യുന്നതിലാണ് പ്രധാനം. ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡ് കണ്ടുവരുന്നുണ്ട് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു സുന്ദരിയായ പെൺകുട്ടികളിൽ ചിലരുടെ ഞാൻ MS സൈക്കോതെറാപ്പി പഠിച്ചുകൊണ്ടും സമൂഹത്തിൽ ഇങ്ങനെ അന്വേഷണം നടക്കുന്നതുകൊണ്ടാണ് ഈ നമ്മുടെ ആലുവ, ഞാൻ മണപ്പുറത്ത് അപ്പൻ്റെ അടുത്ത് പോകും. അപ്പോൾ ആലുവ പെരിയാറിൻ്റെ തീരത്ത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് യൂണിഫോമൊക്കെ ഇട്ട്. അപ്പോൾ ആ യൂണിഫോം കാണാൻ പറയാം ഏത് സ്കൂളിലാണ് എന്നുള്ളത്. ചില നല്ല സുന്ദരികളായ പെൺപിള്ളേരെ കാണാൻ പറ്റും. കുറച്ച് ആ സുന്ദരിയായ പെൺകുട്ടിയുടെ അടുത്ത് കൂടെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഫ്രണ്ടിൽ പോയി ആ പയ്യനെ നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു അന്യഗ്രഹ ജീവിയെ പോലെയാണ് ഇവൻ നിൽക്കുന്നത്. കാരണം കുറേ പേരുടെ ചിന്ത എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ എന്നെക്കാൾ സൗന്ദര്യം കുറഞ്ഞവളാണ് എനിക്ക് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ എന്നെക്കാൾ സൗന്ദര്യം കുറഞ്ഞവനെയാണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ, അവരെപ്പോഴും എൻ്റെ അടിമയായി ഇരുന്നു കൊള്ളും. ഇരിക്കുമല്ലേ? ചിന്തിക്കണം, ഇതിൽ നിന്നുണ്ടാകുന്ന പ്രോഡക്റ്റ് എങ്ങനെ ഇരിക്കും. ഇതിൽ നിന്നൊരു പ്രോഡക്റ്റ് ഉണ്ടാകും മക്കളെന്നൊക്കെ പറയും. അത് പിന്നെ സ്കൂളിലും പോവില്ല, പഠിക്കുകയില്ല, ഇങ്ങനെയൊക്കെ ആക്കിയ ഒരു പ്രത്യേക ജന്മങ്ങൾ പോലെ കാണേണ്ടി വരും. പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ സെലക്ട് ചെയ്യുമ്പം ബോധവും വിവരവും വകതിരിവുമുള്ള തലയ്ക്ക് വെളിവുള്ള വ്യക്തികളെയൊക്കെ ഒന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ, ഞാൻ നോ എന്നും പറയില്ല, ഇതുപോലെയുള്ള അവസരങ്ങളിൽ നമുക്ക് പറയാൻ പറ്റും. ഫ്യൂച്ചർ നല്ലതായിരിക്കും, ഇല്ലെങ്കിൽ ചുമന്ന് പാടുപെടും, അല്ലേ? ശരിയല്ലേ? ഈ ലൈഫ് പ്രത്യേകിച്ച് എനിക്ക് പെൺമക്കളോട് പറയാനുള്ളത്, ഞാൻ ഉൾപ്പെടുന്ന ആണുകൾ, ഈ പറയുന്ന അന്യഗ്രഹ ജീവി, ഈ 2 പിള്ളേരെ കുടുംബത്തിലായിക്കഴിഞ്ഞാൽ, കല്യാണം കഴിച്ച് ആയിക്കഴിഞ്ഞാൽ, ഞങ്ങൾ പിന്നെ പണി എന്ന് പറഞ്ഞ് ഗൾഫിലോട്ടോ അല്ലെങ്കിൽ മറ്റു പല സ്ഥലത്തോട്ടും പോകും. പിന്നെ ഈ പിള്ളേരും അമ്മയായ നീയും തമ്മിലായിരിക്കും അടിമത്തം. അതൊരു 10-20 വർഷത്തേക്കാവുമ്പോൾ ഒരു വരുമോ? ശരിയല്ലേ? അപ്പം മക്കൾക്ക് ചെറുതിലെ നല്ലത് കൊടുത്ത്, നല്ല ഭക്ഷണങ്ങൾ കൊടുത്ത്, നല്ല ചിന്തകൾ കൊടുത്ത്, നല്ല സിനിമകൾ കാണിച്ച്, നല്ല ബുക്കുകൾ വായിക്കാൻ കൊടുത്ത്, നല്ല കൂട്ടുകെട്ടിലേക്ക് വിടാനായിട്ട് പറയുക. നിങ്ങൾക്കൊരിക്കലും അവരോടൊപ്പം സ്കൂളിലോ കോളേജിലോ പോകാൻ പറ്റില്ല. അവർ എവിടെ പോയാലും അവർ ഏറ്റവും ബെസ്റ്റിനെ സെലക്ട് ചെയ്യണമെങ്കിൽ കോച്ചിങ് വീട്ടിൽ തുടങ്ങണം. ടീച്ചേഴ്സിൻ്റെ തലയെ കൊണ്ടുവച്ചിട്ടൊന്നും കാര്യമില്ല. ശരിയല്ലേ ഓർക്കി? നിനക്ക് നിൻ്റെ അമ്മ പണ്ട് കൊച്ചിലെ തന്ന ആ മുലപ്പാലിലുള്ള മൂല്യങ്ങളും നിന്നെ വളർത്തിയ മൂല്യങ്ങളുമാണ് നീ ഈ ഡോക്ടറേറ്റ് എടുക്കാൻ പോകുന്നതിലും, നീ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് കയറി വരുന്നതിലും, ഈ അമ്മയെ നോക്കുന്നതിലും, നീ ഇന്നൊരു സെലിബ്രിറ്റി പട്ടത്തിൽ നിൽക്കുന്നതും അല്ല. അതാണ് ഞാൻ മറ്റേ അലൻ ജോസ് പെരേരയോട് ഇത് തന്നെ പറഞ്ഞത്. അന്നൊരു കുറേ വൈറലായി പുള്ളിയാർക്ക്. പിന്നെ അത് ലക്ഷം കോടി എതിരെ കയറിപ്പോയില്ലേ. അപ്പോൾ എന്തോ അവൻ വേറെ ഒരാളെ കൊണ്ട് കോൺട്രവേഴ്സിയാണല്ലോ ചിലർക്ക് വേണ്ടത്. അങ്ങനെ രജിത്തേട്ടൻ അങ്ങനെ പറയിച്ചത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്നു. ഇവരൊക്കെ നമ്മുടെ അനിയന്മാരല്ലേ. ഞാൻ മുമ്പേ അടി വാങ്ങിച്ചു പോയ ആള് എൻ്റെ പുറകെ അടി വാങ്ങിച്ച് വരുന്ന പാർട്ടികൾ, അത്രേ ഉള്ളൂ. പണ്ട് എനിക്ക് ഭയങ്കര അടിയായിരുന്നു. ഇവർക്ക് പിന്നെ സോഷ്യൽ മീഡിയ അടി മാത്രമേ എല്ലാം കൂടെ TV ചാനൽ ചർച്ചകളിൽ വളഞ്ഞിട്ട് ആക്രമണം. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബിഗ് ബോസ് കഴിഞ്ഞപ്പോ സാറിന് നല്ലോണം ഒരുപാട് ആൾക്കാർ സ്നേഹിക്കാൻ തുടങ്ങി. ആദ്യം കുറേ വെറുപ്പായിരുന്നു, പിന്നെയാണ് അവർ സ്നേഹിക്കാൻ തുടങ്ങി. പിന്നെ ഇപ്പോൾ അവരുടെ കുടുംബത്തിലെ ഒരു മെമ്പറാണ്. കാരണം ഞാൻ ഇത്രയും പറഞ്ഞത്, പ്രവാസികളായ വ്യക്തികളുടെ അവരുടെ മക്കൾ ഇവിടെ പഠിക്കുമ്പോൾ, അവരവിടെ കിടന്ന് പണി ചെയ്യുമ്പോൾ തൻ്റെ കുടുംബവും തൻ്റെ മക്കളും സുരക്ഷിതമാണ് എന്ന ബോധം അവർക്ക് അവിടെ സന്തോഷത്തോടെ പണിയാൻ കഴിയണമെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള കുറേ ദൈവത്തിൻ്റെ സേവകരും ഫൈറ്റേഴ്സ്, നന്മയ്ക്ക് വേണ്ടിയുള്ള ഫൈറ്റേഴ്സ് ഇവിടെ ഉണ്ടാവണം. ഞാനിപ്പോഴും ഫൈറ്റർ തന്നെയാണ്, പക്ഷേ ഞാനൊന്ന് അല്പം ഒതുങ്ങി. അത് ഒതുങ്ങിയത് പെണ്ണ് കെട്ടാനും മക്കളായി കുടുംബത്തിൽ പോകാനും ഒന്നുമല്ല. ഞാൻ കൃപ കെട്ടിയ മനുഷ്യനാണ്. എനിക്കൊരിക്കലും ഫാമിലി വേണ്ട. എനിക്ക് പടച്ച ദൈവത്തെ മാത്രം മതി, പിന്നെ നല്ല മനുഷ്യരെയും സമൂഹത്തെയും. ബാക്കി പിള്ളേരെല്ലാം എൻ്റെ മക്കളും സഹോദരങ്ങളും ഒക്കെ തന്നെയാണ്. അപ്പം ഞാൻ എന്തെങ്കിലും പറയുന്നെങ്കിൽ അത് ഫ്യൂച്ചറിൻ്റെ ഗുണത്തിന് വേണ്ടി മാത്രം. ഒരാൾ നശിച്ചു പോകാൻ പറയാറേ ഇല്ല, അത്രയേ ഉള്ളൂ. അമ്മേനെ മിസ് ചെയ്യുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് മിസ് ചെയ്യും, പക്ഷേ ഞാൻ എടുക്കാറില്ല. ഞാൻ പുറത്തോട്ട് കൊണ്ടുവരാറില്ല. പുറത്തോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞ് എനിക്ക് രാവിലെ ഞാൻ പൂജയ്ക്ക് പോകുന്ന സമയത്ത് ചിന്തിച്ച ഇത്രയേ ഉള്ളൂ. എൻ്റെ അമ്മ ലിവർ സിറോസിസ്, നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസ് എന്നാണ് മരിച്ചത്.
അമ്മയുടെ വയറിങ്ങനെ വീർത്ത് വീർത്ത് വന്നപ്പോൾ ഇത് ഗ്യാസ് ആയിരിക്കും എന്ന് പറഞ്ഞാണ് ഞാൻ വിചാരിച്ചത്. കൂടാതെ അമ്മ എപ്പോഴും എൻ്റെ കൂടെ ഫൈറ്റിങ്ങുമാണ്, ഞങ്ങൾ തമ്മിൽ എപ്പോഴും പോട്ടിയാണ്. അപ്പോൾ ഞാൻ പറയുന്നൊന്നും അമ്മ എടുക്കത്തില്ല. മുറ്റത്തമ്മയിലേക്ക് മണമില്ല എന്ന് പറഞ്ഞാൽ അമ്മ എടുക്കത്തില്ല. പക്ഷേ ഒരു പ്രാവശ്യമെങ്കിലും അമ്മയെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിരുന്നുവെങ്കിൽ അമ്മയ്ക്ക് ലിവർ സിറോസിസ് ഗ്രേഡ് എ ആണോ എങ്കിൽ ബി ആയിരുന്നെങ്കിൽ പോലും ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ കൊണ്ട് എൻ്റെ അമ്മയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് ഇന്ന് ഞാൻ പോകുന്ന വഴിയിൽ ഇരുന്ന് ആലോചിച്ചു. അതുകൊണ്ട് വർക്കി കറക്റ്റാണ് പറഞ്ഞത്. ഞാനൊരു ദിവസം ഏതെങ്കിലും സമയത്ത് കയറിപ്പോവും, പക്ഷെ ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ചാടിക്കളയും. കാരണം ആ കുറ്റബോധം ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ ഒരു പുകച്ചിലായിരിക്കും നമുക്ക്, പറ്റിയില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ പിന്നെ കൊണ്ട് ഞാൻ വയ്ക്കുന്നത് അമ്മേൻ്റെ കൂടെ ഫൈറ്റായിരുന്നു, മനസ്സിലാക്കാനായിട്ട് തയ്യാറായില്ല. അമ്മയ്ക്ക് വേറെ പലരെയാണ് കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ അമ്മ ഇഷ്ടപ്പെടുന്ന ഡോക്ടർ, അമ്മ ഹോസ്പിറ്റലിലെ നഴ്സിംഗ് അസിസ്റ്റൻ്റായിരുന്നു. അപ്പോൾ അമ്മ വിശ്വസിക്കുന്ന കുറേ ഡോക്ടർമാർ, കുറേ ആശുപത്രിക്കാർ, അവർ പറയും, അവർ മരുന്നെടുക്കും, അമ്മ അത് കഴിക്കും, അങ്ങനെയൊക്കെ പോകും. വിദഗ്ധ ചികിത്സയ്ക്കോ വിദഗ്ധ പരിശോധനയ്ക്കോ ഒന്നും അമ്മ പോയില്ല, അമ്മ തയ്യാറായില്ല. ഞാൻ പക്ഷേ അതിന് കൊണ്ടുപോകാൻ തയ്യാറായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള ചിന്തകളോ കാര്യങ്ങളോ വീട്ടിൽ അമ്മ കൊണ്ടുവന്നതുമില്ല. അമ്മ എല്ലാം അടക്കി പിടിച്ച് കംപ്ലീറ്റ് പോയി. അപ്പോൾ അമ്മയുടെ കാര്യം പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. നമ്മുടെ പ്രഷർ മാറും, നമ്മുടെ ലെവൽ മാറും. ഞാൻ നമ്മുടെ ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്ന ഒരു സാധനം. അപ്പൊ നാളെ നമ്മുടെ സൂപ്പർ ജിംനി സിനിമ റിലീസിന് ഒരുങ്ങുകയാണ്. ഒന്ന് ആശംസ പറയാമോ നമ്മുടെ സിനിമ? ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. എൻ്റെ സൂപ്പർ ജിംനി മാത്രമല്ല, ഞാൻ ഈ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്ന് പലർക്കും അറിയാം, ഇതിൽ പണം ഉണ്ടാക്കി കൊണ്ടുപോയി എൻ്റെ ഭാര്യയും മക്കളെയും വളർത്താൻ വേണ്ടിയല്ല. ഇതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും കിട്ടിയാൽ, സാമ്പത്തികം കിട്ടിയാൽ, അത് നല്ലൊരു വീതവും വൃദ്ധസദനങ്ങളെയാണ് ഞാൻ സഹായിക്കുന്നത്. കാരണം എൻ്റെ അമ്മയ്ക്ക് തുല്യമായ അമ്മമാർ കേരളത്തിലെ വൃദ്ധസദനങ്ങളിൽ കിടപ്പുണ്ട്, അവരെ തീറ്റിപ്പോറ്റണം. പിന്നെ ക്യാൻസർ ആൻഡ് ഡയാലിസിസ് നടത്തുന്ന സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള സാമ്പത്തിക സഹായമാണ്. പിന്നെ അച്ഛനില്ലാതെ അമ്മ വളർത്തുന്ന, അമ്മയില്ലാതെ അച്ഛൻ വളർത്തുന്ന സിംഗിൾ ചൈൽഡ് പാരൻറ്റ് പഠിക്കാൻ മിടുക്കിയാണ് സ്കൂളിലുള്ളതെങ്കിൽ അവർക്കുള്ള പഠനോപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക. ഇതെനിക്ക് ഫൗണ്ടേഷനുണ്ട്, ട്രസ്റ്റുണ്ട്, പക്ഷേ ഞാൻ പിരിച്ചു കൊടുക്കാറില്ല. ഞാൻ പണി ചെയ്തെടുത്തിട്ട് കിട്ടുന്നതെന്നാണ് ഞാൻ ഈ ചാരിറ്റി ചെയ്യുന്നത്. അപ്പോൾ ഈ സിനിമയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പടങ്ങൾ നന്നായിട്ട് വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഡിമാൻഡാകും. അപ്പോൾ നമുക്ക് കൂടുതൽ പേരെ കേരളത്തിൽ സഹായിക്കാൻ പറ്റും. ആ ചാരിറ്റിയാണ്. ഇപ്പോൾ ബിഗ് ബോസിൽ അന്ന് എനിക്ക് ആ ഫ്ലാറ്റ് കിട്ടിയിരുന്നെങ്കിൽ പോലും ഞാൻ തെരുവിലെ ഓർഫൺസിലുള്ള ഒരു 2 ഫാമിലിക്ക് 3 ഫാമിലിക്ക് ഒന്നീ അത് കൊടുക്കും, അല്ലെങ്കിൽ വിറ്റിട്ട് ആ പൈസ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമെന്നാണ് ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തത്. പക്ഷേ നടന്നില്ല. അത് പോട്ടെ, അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് സിനിമയിൽ വന്നത് എനിക്ക് ഫ്ലാറ്റുകളും ബംഗ്ലാവുകളും റോൾസ് റോയ്സുകളും വാങ്ങിക്കാൻ വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് വന്നത്. പ്രശസ്തിക്ക് വേണ്ടി ഞാനിപ്പോൾ സിനിമയ്ക്ക് പോകണ്ട. കാരണം ബിഗ് ബോസിൻ്റെ തന്നെ 10ൽ 2 പേര് എങ്കിലും എവിടെയെങ്കിലുമൊക്കെ അറിയും കേരളത്തിൽ മലയാളികൾ. അതൊക്കെ ധാരാളം. അപ്പോൾ ഞാൻ ഇത്ര മാത്രമേ ആവുകയുള്ളൂ. ഒന്നും അല്ലാത്ത ഞാൻ ഇവിടം വരെയൊക്കെ എത്തി. അപ്പോൾ ഇന്ന് എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ കാസർഗോഡ് പോലും എൻ്റെ അമ്മ പോകുമ്പോൾ അമ്മയുടെ ഏറ്റവും വലിയ ദുഃഖം, അയ്യോ ഞാൻ പോയ എൻ്റെ മകൻ ആരും ഇല്ലല്ലോ, ഒറ്റയ്ക്കാണല്ലോ എന്നുള്ളതാണ്. പക്ഷെ അമ്മ പോയി കഴിഞ്ഞപ്പോഴാണ് എന്നെ ബിഗ് ബോസിൽ ദൈവം എത്തിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കാസർഗോഡ് പോയിട്ടോ അല്ലെങ്കിൽ കന്യാകുമാരി കേരളത്തിൽ തിരുവനന്തപുരത്ത് പോയിട്ടോ ഞാൻ റോഡിൽ വീണ് ഞാൻ മരിച്ചു പോയാൽ പോലും അവിടെ 10 പേര് കണ്ടിട്ട് അയ്യോ ഇത് നമ്മുടെ രജിത്തേട്ടനാണെന്ന് പറഞ്ഞ് കൃത്യമായിട്ട് പൊക്കി എവിടെ കൊണ്ടുവരും, എൻ്റെ വീട്ടിൽ കൊണ്ടുവരും. അനാഥപ്രേതമായിട്ട് പോവില്ല. അത് ഞാൻ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഒരു ബലം തന്നെയാണ്. എനിക്ക് ആരും സംശയമില്ല. അത് ദൈവാനുഗ്രഹവും നല്ല മനസ്സുള്ള ആൾക്കാരുടെ ഇത്രയൊക്കെ ആഗ്രഹങ്ങളുള്ളൂ. പിന്നെ പഴയ ഒരു പാഷനാണ് എൻ്റെ കഴിവുകൾ കലാരംഗത്തൂടെ വികസിപ്പിച്ചിട്ട് കുറേ സാമ്പത്തികം എനിക്ക് പുതിയതായിട്ടൊരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങിക്കൊണ്ട് നല്ല ചെറിയ സിനിമകൾ എടുക്കുക, പുതിയ തലമുറയിലെ പല കുട്ടികളെയും പല വ്യക്തികളെയും പഴയ അതും പുതിയതുമായിട്ട് പഴയ ആർട്ടിസ്റ്റുകളും കുറേ പുതിയതുമായിട്ട് പിള്ളേർക്ക് അവസരങ്ങൾ കൊടുത്ത് ഒന്നും ഇത്രയേ ഉള്ളൂ. അതെ ലാസ്റ്റിൽ ഒരേ കാര്യം പറയണം. ഞാൻ ഈ ഭൂമി വിട്ടു പോകുമ്പം രേത്തേട്ടൻ പോയത് ഭയങ്കര ഒരു നഷ്ടമായി പോയി എന്ന് പറയണം. ഈ ചിലർ പോകുമ്പോൾ പറയില്ലേ ആശ്വാസമായി, അതാവാൻ പാടില്ല. അയ്യോ രജിത്തേട്ടൻ പോയി, അതൊരു നഷ്ടമാണ്. ഇപ്പോൾ ബിഗ് ബോസിൽ നിന്ന് ഞാൻ ഔട്ടായി പോയി കഴിഞ്ഞപ്പോൾ പല വീടുകളിലും കുട്ടികൾ ആഹാരം കഴിച്ചിട്ടില്ല എന്നാണ്. ഹൈക്കോടതിയിൽ തന്നെ നമ്മുടെ സീരിയൽ നടനായിട്ടുള്ള കൃഷ്ണയുടെ വൈഫ് ശിഖ എന്ന് പറയും, ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റാണ്. കഴിഞ്ഞിറങ്ങി വന്നപ്പോൾ ശിഖ എന്നെ വിളിച്ചു പറഞ്ഞു, ടോക്കച്ചിൽ ശിഖയുടെ 2 മക്കൾ പഠിക്കുന്നുണ്ട്, 5ലോ 6ലോ 4ലോ. അവരെന്നെ വിളിച്ചു പറഞ്ഞു, ചേട്ടാ ഒന്ന് മക്കളോട് സംസാരിക്കുക, 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് ചേട്ടൻ അവിടെ നിന്ന്. ആ കുട്ടികളാണ് നമ്മളെ സ്നേഹിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് എല്ലാ മതത്തിലും എന്നെ സംബന്ധിച്ച് ഞാൻ മത അതീതനാണ്. മനസ്സിലായി? മത അതീതനാണ്. ഇനി കല്യാണം കഴിക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഒരു പക്ഷേ കുറേ പ്രായമാകുമ്പോൾ ഒരു കൂട്ട് വേണം എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ചിലപ്പം പ്രവാചകൻ പറഞ്ഞ പോലെ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിന്നോ ഹിന്ദുവെന്നോ അത് ആരോ ആയിക്കോട്ടെ, പക്ഷേ മതബോധവും ദൈവബോധവും ഒക്കെ ഉള്ളത് അവരൊക്കെ നമ്മൾ കാര്യമായി നോക്കും. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഓടിക്കിടഞ്ഞാൽ ഞാൻ വഴി കിടക്കില്ലേ. അപ്പോൾ അതുകൊണ്ട്
അതെല്ലാം തകർന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു നല്ല ഒരു സ്ത്രീയെ, നല്ല സ്ത്രീ സുന്ദരി എന്നല്ല എൻ്റെ അർത്ഥം, കെയറായിട്ട് നമ്മൾ നോക്കുന്ന ആരെയും നാം നോക്കിയാൽ അത് വേണ്ട സമയത്ത്, ഒരു പക്ഷേ ദൈവം അത് വരുത്താൻ സാധ്യതയില്ല, അങ്ങറ്റം വരെയും എനിക്ക് മോക്ഷം എന്ന് പറയുന്ന ഒരു തലമാണ് ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങറ്റം വരെയും മറ്റൊരാളിൻ്റെ സഹായം ഇല്ലാതെ കൊണ്ടെത്തിക്കാൻ പറ്റുമെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് ഞാൻ മുസൽമാനാണ്, ക്രിസ്ത്യനാണ്, ഹിന്ദുവാണ്, പാഴ്സിയാണ്, സിഖാണ്, ജൈനാണ്, ഇതെല്ലാം എനിക്ക് ചുറ്റുവട്ടത്തേ ഉള്ളൂ. എൻ്റെ ഉള്ളിൽ ഒരേ ഒരു ദൈവം, ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തി, സൃഷ്ടാവ്. ആ സൃഷ്ടാവ് എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഞാൻ ചതിക്കില്ല, പറ്റിക്കില്ല, വഞ്ചിക്കില്ല, ദ്രോഹിക്കില്ല, ആർക്കും ദോഷം ഉണ്ടാകുന്ന ഒരു കാര്യം ചെയ്യില്ല. ഏതെങ്കിലും എന്നെക്കുറിച്ച് എന്തെങ്കിലും കള്ളം പറഞ്ഞു വരുത്തിയാലും എന്നോട് ധൈര്യമായി ചോദിക്കാം. കാരണം ഏഷ്യാനെറ്റിൻ്റെ ഒരു സീരിയൽ വന്നിരുന്നു, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു. അതിൽ ഞാൻ കൃഷ്ണപ്രഭയും നമ്മൾ കല്യാണം കഴിച്ചു. ഇന്നലെ ഞാൻ കോഴിക്കോട് ഷൂട്ടിന് പോയപ്പോൾ അവിടെ ലൊക്കേഷനിൽ വന്ന ഒരു ചേച്ചി എന്നോട് ചോദിച്ചു, വൈഫിനെ കൊണ്ടുവന്നില്ലേ ഇന്നലെ കൂടെ. ഞാൻ പറഞ്ഞ അത് സീരിയലിലെ സിനിമയിലേക്കാണ്, എൻ്റെ സ്വന്തം അല്ല, ഇതെൻ്റെതല്ല എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ രക്ഷപ്പെട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ഡൗട്ട് ആർക്കുണ്ടെങ്കിലും എന്നോട് നേരിട്ട് ചോദിക്കാം. ഞാൻ തല പോയാലും 99.9% കള്ളം പറയില്ല. താങ്ക് യു. സന്തോഷേട്ടൻ എന്താ പറയാനുള്ളത്? ഇപ്പൊ സിനിമയും റിലീസ് ആയതായി. ഒരു കാര്യം എഴുതിയിട്ടുണ്ടായിരുന്നു സിനിമയിലാക്കി. നന്മ വിജയിക്കട്ടെ, നല്ല സിനിമകൾ വിജയിക്കട്ടെ. താങ്ക് യു വലിയൊരു കാര്യം. തീർച്ചയായും സന്തോഷിന്റെ ബ്ലെസ്സിങ് എന്നൊക്കെ പറയുന്ന ഒരു ഡിവൈൻ ബ്ലെസ്സിങ് ആണ്. സന്തോഷിനെ ഇരുത്തി പൊക്കുന്നല്ല, സന്തോഷിനെ ഇരുത്തി സോപ്പിടുന്ന. ഞാൻ ആരെ സോപ്പിടുന്ന ആളല്ല. അംഗീകരിക്കാത്ത ആളിന്റെ ഉള്ളിലുണ്ടാകുന്ന ആ വേദന കാണുന്നത് ഒരു ഇൻവിസിബിൾ പവറാണ്. ആ വേദന കാണുന്നത് ആ പവറിന് മാത്രമേ അത് കാണാൻ പറ്റത്തുള്ളൂ. നമ്മൾ മനസ്സ് വേദനിച്ചിട്ട് ഒരു അനുഗ്രഹം കൊടുക്കുക, നമ്മൾ മനസ്സ് വേദനിച്ചിട്ട് ഒരു വിഷമം പറയുക അല്ലെങ്കിൽ ചെയ്യുക, അതപ്പോൾ ബലത്തിൽ വരും, ആൾ സിൻസിയർ ആണെങ്കിൽ. മനസ്സിലായി? അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത്, അല്ലെങ്കിൽ വേദങ്ങളിൽ പറഞ്ഞത്, അന്യായമായി പറയുന്ന ശാപം എങ്ങും ഏക്കത്തില്ല. പക്ഷെ അതിനൊരു അർത്ഥം ഉണ്ടെങ്കിൽ, നിൻ്റെ ഉമ്മ നിന്നെ പൊന്നുപോലെ നോക്കി, വാപ്പ നിനക്ക് വേണ്ടി ജീവിച്ചിട്ട് നീ ഇന്നലെ കണ്ട ഒരുത്തിൻ്റെ അവിടെ പുറകെ ഇറക്കിയാടി ഓടിക്കഴിയുമ്പോൾ, അവരൊന്ന് എരിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ആ പണി ഒരു 8ന്റെ പണിയായിട്ടൊക്കെ വരും. ഇപ്പൊ കണ്ടോ, രജിച്ചാറ് പോലത്തെ ഒരാള് പറയുന്നത്. എന്നാലും ഇപ്പൊ പ്രൊഫസർ അങ്ങനെ പറ്റില്ല. സന ഡയറക്ടറായിട്ട് വന്നിട്ട് എന്നെ നേരത്തെ പറഞ്ഞ സിനിമയിൽ ആർട്ടിസ്റ്റ് ആയിട്ട് വിളിക്കുമ്പോൾ സന എന്നോട് പറയാണ്, ഈ സീനിൽ രജിത്തേട്ട റേപ്പ് ആണെന്ന് പറയുമ്പോൾ ഞാൻ സനയുടെ മുമ്പ് വെച്ചിട്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ അതിന് അയ്യോ ഞാൻ പ്രൊഫസറാണ്, ഡോക്ടറേറ്റ് ആണ്, ആനയാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഈഗോ വരും. ഈഗോയിലെ സ്റ്റേറ്റ് ആണ് ആർട്ടിസ്റ്റ് എന്ന് ഉണ്ടാവേണ്ടെന്ന് വിശ്വസിക്കുന്നതാണ്. അപ്പൊ രജിത്തേട്ടൻ പോലെ ഒരാള് പറഞ്ഞേക്കുവാണ്. എനിക്കൊരു ബ്ലെസ്സിംഗ് ഉണ്ട്. തീർച്ചയായിട്ടും സന്തോഷ് വർക്കി താമസിയാതെ ഡോക്ടർ സന്തോഷ് വർക്കി എന്ന പേരിൽ അറിയപ്പെടട്ടെ. അത് എടുത്ത് കാണിച്ചു കൊടുക്കുക. അതെ, അങ്ങനെ ഒരു മോട്ടിവേഷൻ. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇത്ര നാളെ അക്കാഡമി ലൈൻ വിട്ടു പോനെ, അത് പറ്റൂല. ഞാനത് നിന്നിലേക്ക് ഏൽപ്പിച്ചു. എന്തായാലും പോവല്ലേ, നിന്നിലേക്ക് ഏൽപ്പിച്ചു. ഞാൻ ആർട്ടിസ്റ്റ്, എനിക്ക് 2 ചുമക്കാൻ പറ്റില്ല. ഞാൻ ഏതാണോ ചെയ്യുന്നത് അതിൽ ഞാൻ അങ്ങറ്റമായിരിക്കും. അതാണ് എൻ്റെ ഒരു ശീലം എന്ന് പറയുന്നത്. അപ്പൊ നാളെ സിനിമ റിലീസിന് ഒരുങ്ങുകയാണ്. അപ്പൊ വൻ വിജയകരമാട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പൊ രണ്ടുപേരും ആഗ്രഹിച്ചൊക്കെ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്ര നേരം ഞങ്ങളുടെ ഒപ്പം ക്ഷമയോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു. സനയോടൊപ്പമുള്ള കുറച്ച് സമയം നല്ല എൻജോയ്മെന്റ് ആയിരുന്നു. അത് ഹാർഡ് വർക്ക് ചെയ്യണം. അന്നെ കണ്ട ഹാർഡ് വർക്കർ ആണോ എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ട്. അത് ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല, പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളായിരുന്നെങ്കിൽ കുറച്ച് ക്ഷീണമൊക്കെ കണ്ടേനെ. ആ ക്ഷീണമൊന്നും മുഖത്ത് കാണുന്നില്ല. അങ്ങനെ പറയരുത്, നമ്മളെപ്പോഴും കാണിച്ചോണ്ട് നടക്കാൻ പാടില്ലല്ലോ. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാം നല്ല രീതിയിൽ വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. മീഡിയയ്ക്കും എല്ലാവിധ വിജയാശംസകളും. താങ്ക് യു. ഓക്കെ.